നമസ്തേ. കഴിഞ്ഞ 7 ക്ലാസ്സുകളായിട്ട് നമുക്ക് സൈക്കോളജി, ഡെവലപ്മെന്റ്, വ്യത്യസ്ത ബ്രാഞ്ചുകൾ, അറ്റൻഷൻ, എമോഷൻ, പേഴ്സണാലിറ്റി, ഡെവലപ്മെന്റ്, പെർസെപ്ഷൻ, അറ്റൻഷൻ, തിങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ 7 ക്ലാസ്സിലെ കാര്യങ്ങൾ നമ്മൾ മൊത്തം ഒന്ന് റിവിഷൻ പോലെ നമുക്കൊന്ന് നോക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് സൈക്കോളജി? സൈക്കോളജി ആദ്യം പറയുമ്പോൾ സൈക്കോളജി ഡെവലപ്മെന്റ് നമ്മൾ പറയണം. സൈക്കോളജി എന്ന് പറയുന്നത് പുരാതനമായ കാലം മുതലേ ഉണ്ട്. അതായത് നമ്മൾ പറയുന്നത് സൈക്കോളജി വന്നിരിക്കുന്നത് ഫിലോസഫി എന്നാണ്. ഫിലോസഫിക്കൽ ഏരിയ എന്നാണ് സൈക്കോളജി തുടങ്ങുന്നത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് ഫിലോസഫിയുടെ ഓസ്പ്രിങ് ആണ്. അപ്പം അന്ന് വിശ്വസിച്ചിരിക്കുന്നത് ഭൂമിയുടെ ചലനം, നക്ഷത്രങ്ങളുടെ ചലനം, ഇതാണ് മനുഷ്യന്റെ സ്വഭാവത്തെ രൂപീകരിച്ചിരുന്നത്, അല്ലെ അവന്റെ പെരുമാറ്റത്തെ നിയന്ത്രിച്ചിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സൈക്കോളജി എന്ന് പറയുന്നത് ഫിലോസഫി എന്ന് വന്നു. അപ്പം ആദ്യം പറഞ്ഞ സൈക്കോളജി ഡെഫിനിഷൻ, സൈക്കോളജി എന്ന് പറയുന്ന ആത്മാവിനെ കുറിച്ചുള്ള പഠനം. ഇതൊരു ഗ്രീക്ക് വേർഡാണ്. സൈക്കോളജി എന്ന് പറയുന്നത് സോളും ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്നുള്ളതായിരുന്നു. പക്ഷെ ആദ്യം അത് ഒരു ശാസ്ത്രമായതുകൊണ്ട്, സൈക്കോളജി ഒരു ശാസ്ത്രമായുണ്ട്. സയൻസിന്റെ എല്ലാ നിയമങ്ങളും സൈക്കോളജിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സയൻസിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെ ആസ്പദമാക്കിയാണ് സൈക്കോളജി വളർന്നതുകൊണ്ട്, സൈക്കോളജി ഒരു പോസിറ്റീവ് സയൻസ് ആയതുകൊണ്ട് ആദ്യത്തെ ചോദ്യം സൈക്കോളജി എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ്. ആത്മാവ് എന്താണ്? അപ്പൊ ആത്മാവിനെ കുറിച്ച് എന്താണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഉടനെ തന്നെ നമ്മൾ പറഞ്ഞു സ്റ്റഡി ഓഫ് മൈൻഡ്, മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പം അതിനും ഇത് തന്നെ പ്രശ്നമാണ്. എന്താണ് എന്നുള്ളത് ഒരു വ്യക്തമായ ഒരു ഡെഫിനിഷൻ അതിനെക്കുറിച്ച് നിർവചിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉടനെ അത് കോൺഷ്യസ്നെസ്, അതായത് ചുറ്റുപാടുള്ളതിനെ കുറിച്ച് അവയർനെസ്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ അവഗാഹമാണ് എന്നുള്ള തീരുമാനിച്ചു വന്നു. ഈ മൂന്ന് പഠനവും ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി അല്ലാത്തത് കൊണ്ട് വീണ്ടും പുതിയ പഠന രീതികൾ വന്നു. 1879 വില്യം വൂണ്ടാണ് ആദ്യമായി ഒരു പുതിയ ലബോറട്ടറി, ഒരു ലബോറട്ടറി അല്ലെങ്കിൽ സൈക്കോളജിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ലാബ് ഉണ്ടാക്കിയത്. ജർമ്മനിയിലാണ്, ലിസ്പിംഗ് എന്ന സ്ഥലത്താണ്. അപ്പോൾ പുതിയ തിയറി വന്നു. സൈക്കോളജി ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറയും. അപ്പൊ സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യന്റെ പെരുമാറ്റത്തെയും അവന്റെ ആന്തരിക തലങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. സൈക്കോളജി ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞത്. അപ്പൊ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതും അതിനെ നിർവചിക്കുവാൻ സാധിക്കുന്നതും അതിനെ അളക്കുവാൻ സാധിക്കുന്നതും എന്നുള്ള തീരുമാനം. സൈക്കോളജി ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ്. അപ്പോൾ എല്ലാം നമ്മൾ കാണുന്നതും പെർസെപ്ഷനും നമ്മുടെ ചിന്താഗതി എല്ലാം കൂടെ കഴിയുന്ന മെന്റൽ പ്രോസസ്സാണ്. അപ്പോൾ സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സൈക്കോളജി ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് ആണ്. അപ്പം ഇത് ആദ്യം ആയിട്ട് നിർവചിക്കപ്പെട്ടു. സൈക്കോളജിയുടെ നിർവചനം നമ്മൾ പഠിക്കണം. അപ്പം ഇത് ഒരു ഒബ്സർവേഷൻ, അതായത് ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കാണുവാൻ സാധിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു നിയമസംഹിതയിലൂടെ അതിനെ നമുക്ക് കാണുവാൻ സാധിക്കണം. അതിനെ അളക്കുവാൻ സാധിക്കണം. അതിനൊരു വ്യക്തമായ ഡെഫിനിഷൻസ് അത് നിർവചിക്കാൻ സാധിക്കണം. അപ്പം ഇത്രയും ഉണ്ടെങ്കിലാണ് സയൻസ്. അപ്പം സൈക്കോളജിക്ക് ഈ കാരണങ്ങളൊക്കെ, അതായത് ഒന്ന് കാണാൻ സാധിക്കണം, ശാസ്ത്രീയമായ നിഗമനങ്ങളോടെ അതിനെ സമീപിക്കാൻ സാധിക്കണം, അതിനെ അളക്കുവാൻ സാധിക്കണം, അതിന് വ്യക്തമായ ധാരണകൾ അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് സൈക്കോളജി ഒരു ശാസ്ത്രമായിട്ട് വന്നു. സൈക്കോളജി ഒരു സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. അതാണ് സൈക്കോളജി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ധാരാളം മെത്തേഡ് സൈക്കോളജി നമ്മൾ പഠിക്കാൻ വേണ്ടി, നിയമങ്ങൾ, ഒരു സംഹിതകൾ അല്ലെങ്കിൽ അതിനെ പഠിക്കാൻ വേണ്ടി പല വഴികളും നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡാണ്. അപ്പൊ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റൽ മെത്തേഡിന് ചില സ്റ്റെപ്പുകളുണ്ട്, വഴികളുണ്ട്. ആ പടവുകൾ എന്ന് പറയുന്നത് ആദ്യം അതിനൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രോബ്ലത്തെ നമ്മൾ നിർവചിക്കണം. അതിനെ ബേസ് ചെയ്ത് ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യണം. ആ ഹൈപ്പോത്തിസിസ് ഫോം ചെയ്താൽ മാത്രമല്ല സാമ്പിൾസിനെ സെലക്ട് ചെയ്യണം. സാമ്പിൾസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ച് അതിനെ നിയന്ത്രിക്കണം. എന്നിട്ട് പരീക്ഷണം നടത്തി അതിന്റെ റിസൾട്ട് തരണം. ഇതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. കോറിലേഷൻ, ഏതെങ്കിലും രണ്ടുപേരും കമ്പയർ ചെയ്ത് പഠിക്കുന്ന കോറിലേഷൻ മെത്തേഡ്.
പിന്നെ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്, ലുക്കിംഗ് ഇൻ ടു. അപ്പൊ എന്നെക്കുറിച്ച് തന്നെ എനിക്ക് നിർവചിച്ച്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് തന്നെ എനിക്ക് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്നതാണ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. പിന്നെ ഒബ്സർവേഷൻ, വേറൊരാൾ നമ്മളെ നോക്കി നമ്മൾ പഠിക്കുക. ക്ലിനിക്കൽ മെത്തേഡ്, ഏതെങ്കിലും ക്ലിനിക്കൽ സെറ്റപ്പിൽ നമ്മൾ ഒരാളെ കുറിച്ച് പഠിക്കുക. അതല്ലെങ്കിൽ ഡെവലപ്മെന്റൽ മെത്തേഡ് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഉള്ള പഠനം. അപ്പൊ ഇത്രയും മെത്തേഡാണ് സാധാരണഗതിയിൽ സൈക്കോളജി നമ്മൾ ഉപയോഗിക്കുക. പിന്നെ സിറ്റുവേഷൻ അനാലിസിസ് ഉണ്ട്. അപ്പം എക്സ്പെരിമെന്റ് മെത്തേഡ്, കോറിലേഷൻ മെത്തേഡ്, ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്, ക്ലിനിക്കൽ മെത്തേഡ്, ഡെവലപ്മെന്റ് മെത്തേഡ് ആൻഡ് സിറ്റുവേഷൻ അനാലിസിസ്. ഇത്രയും രീതിയിലാണ് സാധാരണഗതി സൈക്കോളജി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ സൈക്കോളജി ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം സൈക്കോളജി? ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ഒരാളെ കുറിച്ചുള്ള പഠനമാണ് ക്ലിനിക്കൽ സൈക്കോളജി. കമ്മ്യൂണിറ്റി സൈക്കോളജി, സമൂഹത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. സോഷ്യൽ സൈക്കോളജി എന്ന് പറയും. കൗൺസിലിംഗ്, കൗൺസിലിംഗ് നടത്തുക. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരാളുടെ കാര്യം കേൾക്കുന്നത് മാത്രമല്ല, അവരെക്കുറിച്ച് മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ വേണ്ടിയുള്ള പഠനം നമ്മളെ സഹായിക്കുന്നതിനാണ് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ എഡ്യൂക്കേഷൻ ഫീൽഡ് നമുക്ക് നന്നാക്കാം, എങ്ങനെ നല്ല നല്ല കുട്ടികളുണ്ടാകാം, വിദ്യാഭ്യാസ രീതികളെ മാറ്റാം, ആൾക്കാരെ കുറിച്ച് നമുക്ക് കൂടുതൽ നിയമങ്ങൾ, സൈക്കോളജിക്കലായിട്ട് അപ്രോച്ച് എങ്ങനെയൊക്കെ വിദ്യാഭ്യാസ രീതിയെ മാറ്റിമറിക്കാം. പിന്നെ ഫോറൻസിക് സൈക്കോളജി, അത് ക്രിമിനൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സൈക്കോളജി എങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയിലെ എങ്ങനെയൊക്കെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാം, എങ്ങനെ അവിടുത്തെ ജോലിക്കാരുടെ നിന്ന് നമുക്ക് കൂടുതൽ അവരുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാം, അത് എങ്ങനെ ഇൻഡസ്ട്രി ഒരു ലാഭത്തിലേക്ക് നയിക്കാൻ പറ്റും. സൈക്കോളജിക്കൽ പ്രൊഡക്ഷൻ കൂട്ടണം, ആ പ്രൊഡക്ഷൻ കൂട്ടിയാൽ മാത്രം പോരാ, അതിൻ്റെതായ എക്യുപ്മെന്റ്സ് ഒക്കെ അതിന് ഉപയോഗിക്കുന്നതായ മിഷനറീസിനൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ള ഒരു പഠനം നടത്തുന്നതാണ് സൈക്കോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി. എൻവയോൺമെന്റ്, ചുറ്റുപാടുകൾ എങ്ങനെ മനുഷ്യന് വ്യത്യാസം വരുത്തുന്നു. പിന്നെ ഹെൽത്ത് സൈക്കോളജി. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, കമ്മ്യൂണിറ്റി സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, എൻവയോൺമെന്റൽ സൈക്കോളജി ആൻഡ് ഹെൽത്ത് സൈക്കോളജി. അപ്പോൾ നമുക്ക് പഠിക്കുന്നത് സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഫീൽഡിനകത്ത് നമുക്ക് വേണം ചെയ്യാം. കമ്മ്യൂണിറ്റി സൈക്കോളജി ചെയ്യാം, കൗൺസിലിംഗ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി ചെയ്യാം. ഫോറിൻ സൈക്കോളജി തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ധാരാളം ശാഖകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ലീഗൽ സൈക്കോളജി വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഹെൽത്ത് സൈക്കോളജി, ഇപ്പോൾ സ്പോർട്സ് സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജിക്ക് വളരെമായി ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ദെൻ ന്യൂറോൺസ്. അടുത്ത് നമ്മൾ പഠിക്കുന്ന മനുഷ്യന്റെ പരിപാടി നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ച രീതിയിൽ നമ്മൾ മാറ്റം വന്നിട്ട് ബയോസൈക്കോളജിയിലേക്ക് നമ്മൾ കിടക്കുക. അപ്പൊ ശരീരത്തിനകത്തുണ്ടാകുന്ന ചേഞ്ചുകളും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് മനുഷ്യന് വ്യത്യാസം ഉണ്ടാകുന്നത്, ബിഹേവിയറിനുണ്ടാകുന്നത്. അപ്പം ആദ്യം ന്യൂറോൺസിനെ പോലെ ന്യൂറോൺസ് പഠിക്കും, ന്യൂറോൺസിന്റെ സ്ട്രക്ചറാണ് പഠിക്കുന്നത്, ന്യൂറോൺസ് എങ്ങനെയാണ് ന്യൂറോൺസ്. ഇപ്പൊ ഡെൻഡ്രിറ്റിസ് എന്ന് പറയുന്നതാണ് വേറെ ഒരു ന്യൂറോൺസുമായിട്ട് ചേരുന്ന ഭാഗം. സോമ അതിന്റെ സെൻട്രൽ ഭാഗമാണ്, അതിന്റെ മെയിൻ ഭാഗമാണ് സോമ എന്ന് പറയുന്നത്. അതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂറോൺസിന്റെ മെയിൻ ഭാഗം. പിന്നെ ആക്സോൺ, മെയിലിൻ ഷേക്ക്, ഷെഷ്വിൻ സെൽസ്. ഷെഷ്വിൻ സെൽസ് എന്ന് പറഞ്ഞാൽ മെയിലിൻ ഷേക്കും മറ്റേ ആക്സോണിന്റെ സെൻട്രൽ പാർട്ടിനാണ് പറയുന്നത്. പിന്നെ നെർവ് എൻഡിങ്, ദാറ്റ് ഇസ് കോൾഡ് ബട്ടൺസ്. ഇത്രയും ഭാഗമാണ് ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ, പ്രത്യേക അത്യാവശ്യമുള്ള ഭാഗം. ഡെൻഡ്രിറ്റിസ്, സോമ, ആക്സോൺ, ന്യൂക്ലിയസ്, മെയിലിൻ ഷേക്ക്, ഷെഷ്വിൻ സെൽ ആൻഡ് നെർവ് എൻഡിങ് ഓർ ബട്ടൺസ്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ന്യൂറോൺസ് എങ്ങനെ നമ്മളെ തലച്ചോറിനെ ബാധിക്കുന്നു, എങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇൻഫർമേഷൻ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സെൻസ് ഓർഗനിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ നേരെ ബ്രെയിൻ തലച്ചോറിലേക്ക് പോകും. തലച്ചോറ് എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കും. അപ്പൊ നമ്മുടെ ഓർഗൻ ഓർ മസിൽസ് അതിനനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യും. ന്യൂറോൺസ് നമ്മുടെ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത്, വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹിനി കൂടിയാണ്. അപ്പൊ ന്യൂറോൺസ് പല രീതിയിലുള്ള ന്യൂറോൺസ് ഉണ്ട്. ഫങ്ഷൻസ് വെച്ച് സെൻസറി ന്യൂറോൺസ്, അതായത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വന്നാൽ അത് നമ്മുടെ സെൻസ് ഓർഗനിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോവുകയും ബ്രെയിനിൽ നിന്നുള്ള ഇൻഫർമേഷൻ വന്നിട്ട് മസിൽസിലേക്ക് വരും. ദാറ്റ് ഇസ് കോൾഡ് മോട്ടോർ ന്യൂറോൺ, സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺസ്. ദെൻ അസോസിയേഷൻ ന്യൂറോൺ, അതായത് ഇത് മെയിൻ ഫങ്ഷൻ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാണ്. ഡിസൈഡ് ഹൗ ടു റെസ്പോണ്ട്, അതായത് അസോസിയേറ്റഡ് ന്യൂറോണിന്റെ ജോലിയാണ് ഇതിനെ പ്രോസസ് ചെയ്യുക. അതായത്
സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും തമ്മിൽ കിടക്കുന്ന ഇൻഫർമേഷൻ എന്നെ പ്രോസസ് ചെയ്ത് എങ്ങനെയൊക്കെ അത് വേണം എന്ന് തീരുമാനമെടുക്കുന്ന അസോസിയേഷൻ ന്യൂറോൺസ് ആണ്. അപ്പൊ ന്യൂറോൺസ് സ്ട്രക്ചർ, ഏതൊക്കെ ജോലികൾ ന്യൂറോൺസ് ചെയ്യുന്നുണ്ട്, എത്ര തരത്തിലുള്ള ന്യൂറോൺസ് ഉണ്ട്. യൂണിപോളാർ ഉണ്ട്. യൂണിപോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അതിന്റെ ആക്സോൺ വന്നിട്ട് കണക്ട് ചെയ്ത് പോവാണ്. ബൈപോളാർ ആക്സോണിൽ നിന്ന് 1 ആക്സോൺ ഉണ്ടാകും, പക്ഷെ ഡെൻഡ്രിറ്റീസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അതൊരു ബ്രാഞ്ച് ഒരു ചെടിയുടെ രീതിയിൽ നിൽക്കും. പിന്നെ മൾട്ടിപോളാർ ന്യൂറോൺസ് ആണ്. 1 ആക്സോൺ ബട്ട് സെവറൽ ഡെൻഡ്രിറ്റീസ് ഉണ്ടാവും. ഒരു ന്യൂറോൺസിന് ഒരു ആക്സോൺ ഉണ്ടാവും, അതിന് പല ഡെൻഡ്രിറ്റീസ് ഉണ്ടാവും, ഭാഗങ്ങളുണ്ടാവും. അപ്പം യൂണിപോളാർ ന്യൂറോൺസ്, ബൈപോളാർ ന്യൂറോൺസ്, മൾട്ടിപോളാർ ന്യൂറോൺസ്, 3 തരത്തിലുള്ള ന്യൂറോൺസ് ആണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുക. പിന്നെ ബ്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബ്രെയിൻ നമ്മൾ പഠിക്കുമ്പോൾ 2 രീതിയിലാണ് നമ്മൾ ബ്രെയിനെ കുറിച്ച് എഴുതുന്നത്. അപ്പം ബ്രെയിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്നത് നേരെ ബ്രെയിനെ കുറിച്ചല്ല. ദർ 2 ടൈപ്സ് ഓഫ് നെർവ് സിസ്റ്റം. 2 തരത്തിലുള്ള നെർവ് സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. സെൻട്രൽ നെർവ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റം. സെൻട്രൽ നെർവ് സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അതിന്റെ ബ്രെയിനെ നമ്മൾ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, ആ ഫോർ ബ്രെയിൻ എന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ഭാഗം. തലാമസും ഹൈപ്പോതലാമസും സെറിബ്രവും കൂടെ കൂടുന്ന ഭാഗത്തിനാണ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. മിഡ് ബ്രെയിൻ ആകുമ്പോഴത്തേക്ക് അവിടെ സിറ്റുവേറ്റ് ബിറ്റ്വീൻ ദ ഫോർ ബ്രെയിൻ ആൻഡ് ഹിഡ് ബ്രെയിൻ, ഇത് രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഫോർ ബ്രെയിനകത്ത് തലാമസും ഹൈപ്പോതലാമസും സെറിബ്രം ആണെങ്കിൽ ഹിഡ് ബ്രെയിനകത്ത് മിഡിലെയും പോൺസും സെറിബെല്ലവും റെക്ടിക്കുലറാണ്. ഇത്രയും സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹിഡ് ബ്രെയിന് രണ്ടായിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് ബ്രെയിന് തിരിച്ചിട്ടുണ്ട്. ലോബ്സ്, 4 ലോബ്സ് ആയിട്ട്. അത് ബ്രെയിനെ നമ്മൾ പറയുമ്പോൾ ലോബ് ശരിക്കും 2 ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ 2 ഭാഗമായിട്ട് തിരിക്കും. അത് കൂടാതെ അതിന് 3 വിഭാഗങ്ങൾ, 3 സ്ട്രക്ചർ വെച്ചിട്ട്, അത് ഫ്രണ്ട് ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിക്കും. അതുപോലെ 4 ലോബ്സ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഫ്രണ്ടൽ ലോബ്. ഫ്രണ്ടൽ ലോബിനെ ഉള്ള ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ ആക്ടിവിറ്റീസിനെ കൂടുതൽ കണ്ടത് ഫ്രണ്ടൽ ലോബാണ്. മോട്ടോർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാം. ദെൻ പാരിയേറ്റൽ ലോബ്. പാരിയേറ്റൽ ലോബ് സെൻസേഷനും അതിന്റെ നോളജ്, അത് എന്തെങ്കിലും നമ്മുടെ ശരീരം തട്ടുക അല്ലെങ്കിൽ നമ്മൾ പിടിക്കുകയാണ്, അതെന്താണ്, ഏത് സാധനം എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് എന്തുമാത്രം ബലം കൊടുക്കണം, അതെങ്ങനെ എടുക്കണം എന്നുള്ള തീരുമാനിക്കാം. അപ്പോൾ ഫ്രണ്ടൽ ലോബ്, പാരിയേറ്റൽ ലോബ്, ടെമ്പറൽ ലോബ് ആൻഡ് ഓസിപിറ്റൽ ലോബ്, അങ്ങനെ 4 ലോബുണ്ട്. അപ്പൊ ബ്രെയിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബ്രെയിൻ 2 ഭാഗമായിട്ട്, ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 2 ഹെമിസ്ഫിയർ, 2 ഹെമിസ്ഫിയർ, 3 സെക്ഷൻസ് ആൻഡ് 3 ഏരിയ ആയിട്ട്, ഫ്രണ്ട്, മിഡ്, ഹിഡ് ബ്രെയിൻ, 4 ലോബ്സ് ആയിട്ട്, ഫ്രണ്ടൽ ലോബ്സ്, പാരിയേറ്റൽ ലോബ്, ടെമ്പറൽ ലോബ് ആൻഡ് ഓസിപിറ്റൽ ലോബ്. അപ്പൊ ബ്രെയിനെ കുറിച്ച് ഇത്രയും നമ്മുടെ മനസ്സിലുണ്ടാകണം. ബ്രെയിനെ കുറിച്ച് എന്തെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിലും വെറുതെ ബ്രെയിനിന് മാത്രം എഴുതി വെച്ചിട്ട് ചെയ്താൽ പോരാ. ബ്രെയിൻ എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിനും സ്പൈനൽ കോഡോട് ചേർന്നാണ്. അപ്പൊ സ്പൈനൽ കോഡിനെ കുറിച്ചല്ല നമ്മളോട് ചോദിക്കുന്നത്, ബ്രെയിനെ കുറിച്ച് ആകുമ്പോൾ ദെൻ ബ്രെയിനിനെ കുറിച്ച് പറയാം. ബ്രെയിന് 2 ഹെമിസ്ഫിയർ ആയിട്ട് തിരിച്ചിരിക്കുന്നു, 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. അത് മുൻഭാഗം, മധ്യഭാഗം, പിൻഭാഗം. 4 ലോബ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഫ്രണ്ടൽ ലോബ്സ്, പാരിയേറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓസിപിറ്റൽ ലോബ്. അതിന്റെ ഫങ്ഷൻസ് എന്താണ്? ദെൻ അറ്റൻഷൻ കോൺഷ്യസ്ലി കോൺസെൻട്രേറ്റിംഗ്, അതായത് ബോധപൂർവം പല കാര്യത്തിൽ നിന്ന് ഒന്നിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കൊണ്ടുവരിക. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കും, ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവന്നതിനാണ് നമ്മൾ പറയുന്നത് അറ്റൻഷൻ എന്ന് പറയുന്നത്. കോൺഷ്യസ്ലി കോൺസെൻട്രേറ്റിംഗ്, ബോധപൂർവം നമ്മൾ പല കാര്യത്തിൽ ഒന്നിലേക്ക് ശ്രദ്ധിക്കുന്നതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം സെലക്റ്റീവ് അറ്റൻഷൻ, കുറെ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിലേക്ക് വരിക. ദെൻ ഡിവൈഡഡ് അറ്റൻഷൻ, 2 കാര്യങ്ങളിലേക്ക്. സസ്റ്റൈൻഡ് അറ്റൻഷൻ, ഓരോന്നിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കും. ദെൻ എക്സിക്യൂട്ടീവ്, ഏതെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം, ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുക. അപ്പോൾ അറ്റൻഷൻ എന്ന് പറയുന്നത് കോൺഷ്യസ്ലി കോൺസെൻട്രേറ്റിംഗ് വൺ ഒബ്ജക്ട് അതിനകത്ത്. ഇത് 2ആയിട്ട് തിരിക്കുന്നുണ്ട്. അറ്റൻഷനെ 2ആയിട്ട് നമ്മൾ നോക്കണം. അറ്റൻഷന്റെ വേറെ ബുക്കുകൾ വായിച്ച് നോക്കണം. അറ്റൻഷനെ 2ആയിട്ട് തന്നെ തിരിക്കുന്നു. വോളണ്ടറി അറ്റൻഷൻ ആൻഡ് ഇൻവോളണ്ടറി അറ്റൻഷൻ. വോളണ്ടറി അറ്റൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ കാണണമെന്ന് വിചാരിച്ച് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുക. ഇൻവോളണ്ടറി എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യുക. അപ്പം അറ്റൻഷൻ ഡിവൈഡഡ് ടു വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി അറ്റൻഷൻ. ഒന്ന് നമ്മൾ ബോധപൂർവം നോക്കുക, അതിനെ ഒരു ആക്ഷൻ കൊണ്ട് നോക്കാം, ഇംപ്ലിസിറ്റ് എന്നും പല ആക്ഷൻ എക്സ്പ്ലിസിറ്റ് എന്നും പറയാം. മറ്റേത് അൺവോളണ്ടറി അറ്റൻഷൻ എന്ന് പറയുന്നത്, ഇൻവോളണ്ടറി അറ്റൻഷൻ എന്ന് പറയുന്നത്
നമ്മൾ സെന്റിമെന്റ് ആൻഡ് ഇൻസ്റ്റന്റ് ആണ്. ഒന്നേ നമ്മുടെ ജന്മവാസന കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എമോഷൻ നമ്മൾ നോക്കുന്നതാണ്. അപ്പൊ അറ്റൻഷൻ രണ്ട് കാര്യത്തിലാണുള്ളത്: വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി അറ്റൻഷൻ, പിന്നെ അതർ ഫോംസ് ഓഫ് അറ്റൻഷൻ, സെലക്ടീവ്, ഡിവൈഡഡ് അറ്റൻഷൻ, സസ്റ്റൈൻ അറ്റൻഷൻ. ദെൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അറ്റൻഷനകത്ത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് യുവർ അറ്റൻഷൻ? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെന്റിമെന്റ്, ഇൻട്രസ്റ്റ്, മോട്ടീവ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അതിന്റെ സൈസ്, മൂവ്മെന്റ്, കളറ്, പുതുമ, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന്റെ മൂവ്മെന്റ്സ്, ഇതൊക്കെ അറ്റൻഷൻ നമ്മളെ ബാധിക്കുന്നത്. ഡിറ്റർമിനൻസ് ഓഫ് അറ്റൻഷൻ എന്ന് അതിന്റെ പറയുന്നത്. പിന്നെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഗിവിംഗ് മീനിങ് ടു ദ ജംബിൾ. മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് പല കാര്യം നമ്മൾ സെൻസ് ഓർഗനിലേക്ക് വരികയാണെങ്കിൽ അതിന് അർത്ഥം കൊടുക്കുന്നത് എന്താണോ ആ അർത്ഥം കൊടുക്കുന്നതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ. ഗിവിംഗ് മീനിങ് ടു ദ ജംബിൾ വൺ, അതായത് മുമ്പിലിരിക്കുന്ന ഒരു രൂപമില്ലാത്ത ഒരെണ്ണത്തിന് നമ്മൾ ഒരു രൂപം കൊടുക്കുക, അതിന് അർത്ഥം കൊടുക്കുക, അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വായിലേക്ക് ഒരു ക്രിസ്റ്റൽ ഇട്ട് തരികയാണ്. അപ്പോൾ സെൻസ് ഓർഗനിൽ ആ ക്രിസ്റ്റൽ തൊട്ടു, നമ്മൾ അതിന് ഉപ്പ് മധുരം എന്ന് പറയുക. അത് അതിന് മീനിങ് കൊടുത്തു, ഇത് പഞ്ചസാരയാണ് അല്ലെ ഇത് ഉപ്പാണെന്ന് നമ്മൾ പറയും, അതിന് മീനിങ് കിട്ടി. ആ ക്രിസ്റ്റലിനായിട്ട് ഒരു അർത്ഥമില്ല, പക്ഷെ ക്രിസ്റ്റലിന് നമ്മുടെ സെൻസ് ഓർഗൻ വന്നപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു മീനിങ് ഉണ്ട്. ദാറ്റ്സ് കോൾഡ് ദ പെർസെപ്ഷൻ. ഇപ്പൊ ചില്ലിയാണ് നമ്മുടെ വായി വന്നിരിക്കുന്നത്, നമ്മൾ ഇത് എരിവാണ്, അപ്പൊ ഇത് മുളകാണെന്ന് നമ്മൾ പറയുന്നു. അപ്പം ഏതിനാണോ അർത്ഥം കൊടുക്കുന്നത് അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പല ഇതുണ്ട്. ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക, സ്റ്റേജസ് ഓഫ്, ആദ്യം അതിനെ സെലക്ട് ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക, അതിന് ഇന്റർപ്രിട്ടേഷൻ നടത്തുക. ഇതാണ് നമ്മുടെ സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ. അതിനെ കാര്യം നമ്മൾ കാണണം, അതിന് ഒരു ഘടന കൊടുക്കണം, അതിന് അർത്ഥം കൊടുക്കണം. അപ്പൊ ഈ ഇത്രയും 3 സ്റ്റേജസ് ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോസ് ഓഫ് പെർസെപ്റ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയും. ഇതിന് നിയമങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്. അത് പിക്ചറിന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ അർത്ഥം വേറെയാണ്, ഗ്രൗണ്ടിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. പ്രോക്സിമിറ്റി, അടുക്ക നിൽക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന അർത്ഥം. ദെൻ ലോസ് ഓഫ് സിമിലാരിറ്റി, ഒരേപോലെ ഉള്ളതിനെ നമ്മൾ കാണുക. ലോസ് ഓഫ് കണ്ടിന്യൂറ്റി, ഗുഡ് കണ്ടിന്യൂഷൻ, അതായത് തുടർച്ചയായിട്ട് നമ്മൾ പോകുന്നു എന്ന് തോന്നുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ലോസ് ഓഫ് ക്ലോഷർ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടത് നമ്മളെ ഗ്യാപ്പ് ഉള്ളതിന് നമ്മൾ ഫിൽ ചെയ്തിട്ട് നമ്മൾ അർത്ഥം കൊടുക്കുക. ദെൻ ലോസ് ഓഫ് കോമൺ ഫേറ്റ്, അത് ഒരേ സൈഡിൽ ഒരേ വണ്ടി ഒരേ സ്ഥലത്തേക്ക് നിൽക്കാൻ നമ്മൾ പറയും ആ വണ്ടി എല്ലാം ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അത് നമ്മൾ രാവിലെ നിൽക്കുകയാണ്, ആ വണ്ടിയെല്ലാം ടൗണിലേക്ക് പോകുന്നു, അല്ലെ വണ്ടിയെല്ലാം തിരുവനന്തപുരത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ വണ്ടിയെല്ലാം കോഴിക്കോടേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ ആ ഡിസ്റ്റൻസ് കണ്ടിട്ട് നമ്മൾ പറയുന്നു. ഉദാഹരണത്തിന് നമ്മൾ നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന വണ്ടികൾ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, വലത്തേക്ക് പോകുന്ന വണ്ടികൾ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് കോമൺ ഫേറ്റ് കൊണ്ടാണ്. അപ്പം ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്, ലോസ് ഓഫ് പ്രോക്സിമിറ്റി ഓർ നിയർനെസ്, സിമിലാരിറ്റി ഒരേപോലെയുള്ളതിനെ കാണുക, ലോസ് ഓഫ് കണ്ടിന്യൂറ്റി, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തോന്നുക. ഒരു വരയൊക്കെ ഇട്ടിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് ആ വര മുറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് തോന്നുക. ക്ലോഷർ, നമ്മൾ എന്തിനെങ്കിലും ഗ്യാപ്പ് ഉള്ളതിനെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അതിന് മീനിങ് കൊടുക്കുക, കോമൺ ഫേറ്റ്. ദെൻ ലേണിംഗ്. ലേണിങ്ങിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്, ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുകയോ എന്തെങ്കിലും വ്യതിയാനം വരുത്തുകയോ ചെയ്യുന്നതിനെ മാത്രമേ ലേണിംഗ് എന്ന് പറയുള്ളൂ. അപ്പൊ ലേണിംഗ് ഈസ് എ പ്രോസസ്, ഒരു കണ്ടിന്യൂസ് തുടക്കാതെ പോലെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും മാറ്റം വരുത്തുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തുക, അങ്ങനെ ചെയ്യുന്നതിന് മാത്രമാണ് ലേണിംഗ് എന്ന് പറയാം. അപ്പൊ പല തിയറീസ് ഉണ്ട് ലേണിംഗ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഈസ് എ പ്രോസസ് വിച്ച് ചേഞ്ചസ് ഓർ മോഡിഫൈസ് യുവർ ബിഹേവിയർ. ആ ചേഞ്ചസ് ഓർ മോഡിഫിക്കേഷൻ താൽക്കാലികമാകാം അല്ലെങ്കിൽ പെർമനന്റ് ആകാം. അങ്ങനെയുള്ളതിനെ മാത്രമേ ലേണിംഗ് എന്ന് പറയുള്ളൂ. അപ്പം നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മളത് പഠിക്കുകയും അനുഭവത്തിൽ നിന്ന് നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ജീവിത രീതിയിലും മാറ്റം വരുത്തുകയും ചെയ്യുന്നത് അതിനെ ലേണിംഗ് എന്ന് പറയാം. അപ്പൊ പല തിയറികളുമുണ്ട്. ഒന്ന് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ ബൈ ഇവാൻ പാവ്ലോവ്. ഇവാൻ പാവ്ലോവ് പറഞ്ഞത് രണ്ട് കാര്യം, നാച്ചുറൽ സ്റ്റെമിലെയും ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റെമിലെയും ഒരുമിച്ച് നമ്മൾ കാണിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ സ്റ്റെമിലെ നാച്ചുറൽ സ്റ്റെമിലെ പോലെ ആയി മാറും. അതാണ് അദ്ദേഹം പറഞ്ഞത് തിയറി എന്ന് പറഞ്ഞത്, ഇവാൻ പാവ്ലോവ് പറയുന്നത്. അപ്പൊ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ, അത് ഒരു ഡോഗിനെ വെച്ചിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഇതാണ് കാണിച്ചത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റിമുലസ് റെസ്പോൺസ് ഓർ ഒപ്പേറന്റ് ലേണിംഗ് ഓർ ഇൻസ്ട്രുമെന്റൽ ലേണിംഗ്. ഒപ്പേറന്റ് എന്ന് പറഞ്ഞാൽ കോൺസിക്വൻസ്, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു ഫലം കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യൂ. അപ്പൊ നമ്മളെ ഇതിനകത്ത് പറഞ്ഞ ഒരു റാബിറ്റ് ഒരു ലിവർ വലിക്കുമ്പോഴത്തേക്ക് അതിന് ഫുഡ് പെല്ലറ്റ്സ് കിട്ടുക. പിന്നെ ഒബ്സർവേഷൻ ലേണിംഗ്, നമ്മൾ മറ്റുള്ളവരെ കണ്ടു പഠിക്കുക. അപ്പൊ ഇതാണ് സാധാരണ നമ്മൾ ലേണിംഗ് തിയറി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വേറെ ധാരാളം ലേണിംഗ് തിയറി ഉണ്ട്.
നോക്കി അതിൽ പല പുസ്തകങ്ങൾ വെച്ച് അതിൻ്റെ ലേണിങ്ങിൻ്റെ തന്നെയുള്ള ബുക്കുകൾ കിട്ടും. അത് വായിച്ച് നോക്കിയാൽ കുറെ കൂടുതൽ ലേൺ തിയറികൾ വെക്കാൻ പറ്റും. പിന്നെ മെമ്മറി, ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു റീകളക്ട് ഓൾറെഡി ലേൺ അറ്റ് ദ ടൈം ഓഫ് നീഡ്. ആവശ്യം വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുക. എന്നുവെച്ചാൽ ആ ആവശ്യം വരുമ്പോൾ അതിനെ ഉപയോഗിക്കാൻ സാധിക്കുക. നമ്മൾ പണ്ട് പഠിച്ചത് നമ്മളിപ്പോൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ അതിന് ഉപയോഗിക്കണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന് ഉത്തരം എഴുതണം. ഉത്തരം വരുമ്പോഴാണ് നമ്മൾ മെമ്മറി ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറയും. ഇത് പല രീതിയിലാണ്. കോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ നമ്മൾ ഏതെങ്കിലും രൂപത്തിലാണ് കൊടുക്കുക. കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ കോഡ് ചെയ്യും. പിന്നെ ആവശ്യം വരുമ്പോൾ ഡീകോഡ് ചെയ്യും. പിന്നെ പ്രോപ്പറായിട്ട് സ്റ്റോറേജ് ചെയ്യുക, നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു അതാണ്. പിന്നെ റിട്രൈവർ. അപ്പം മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ സെൻസറി മെമ്മറി. അപ്പം 3 തരത്തിലുള്ള മെമ്മറിയാണുള്ളത്: സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. അപ്പൊ സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ വിത്തിൻ 20 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സെൻസറി മെമ്മറി. ഒന്ന് തൊട്ടോടനെ നമുക്ക് അതിനെ തൊട്ടു എന്നുള്ള പറയാൻ പറ്റും. ഒരെണ്ണം കണ്ടു ഇന്നതാന്ന് പറയാൻ സാധിക്കും. അത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ കണ്ട ഒരു പേനയാണെങ്കിൽ പേന പോലെ പ്രാവശ്യം വരുമ്പോൾ അത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് നമ്മൾ പോകും. അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ലോങ് ടേം മെമ്മറി. അത് ജീവിതകാലം മുഴുവൻ നമുക്ക് എടുക്കാം. 3 തരത്തിലുള്ള മെമ്മറിയാണുള്ളത്: സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ഓർ ലോങ് ടേം മെമ്മറി. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രോസസ്സ് ചെയ്യുക? അപ്പൊ നമ്മൾ പല രീതിയിൽ നമ്മൾ ചെയ്യാം. ഒന്ന് സ്ട്രക്ചറൽ എൻകോഡ് ചെയ്യാം. ഫിസിക്കൽ സ്ട്രക്ചർ ഏതെങ്കിലും ഇത് ഇന്ന രീതിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ശബ്ദ രീതിയിൽ നമ്മൾ ചെയ്യാം. ഹാറ്റ് വൃദ്ധമായിട്ട് ക്യാറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഒന്നുകിൽ ഫോണോളജിക്കൽ, അതായത് ശബ്ദം കൊണ്ട് നമ്മൾ അതിനെ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആയിട്ട് നമുക്ക് കോഡ് ചെയ്ത് വെക്കാം. ഇതല്ലാന്നെങ്കിൽ സിമാറ്റിക് എൻകോഡിങ് ഇറ്റ്സ് മീനിങ്, അതിന്റെ അർത്ഥം ഇങ്ങനെയുള്ളത് ഇതാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഫോർമേഷൻ. ആനാന്ന് കേൾക്കും, അതിനൊരു കോൺസെപ്റ്റ് നമ്മൾ ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഫിസിക്കലി ചെയ്യാം, ഫോണോളജിക്കലായിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാം, സിമാറ്റിക് പ്രോസസ്സിങ് ചെയ്യാം. തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളെ ഉള്ളതിന് ഒരു രൂപഭാവങ്ങൾ കൊടുക്കുക. ഒന്നുകിൽ അതിന് ഒരു ലാംഗ്വേജ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ഒരു ഇമേജ് കൊടുക്കുക, അല്ലെങ്കിൽ സിംബോളിക് ആയിട്ട് തന്നെ കാണുക. ദാറ്റ്സ് കോൾഡ് തിങ്കിങ്. ഇതെന്ന് പറയുന്ന ഹിഡൻ പ്രോസസ്സാണ്, മനസ്സിനുള്ളിൽ നടക്കുന്നതാണ്. പുറത്തേക്ക് പറഞ്ഞ തിങ്കിങ് ആയില്ല. ഞാനിവിടെ ഞാനിങ്ങനെ ആലോചിക്കാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിൽ രൂപം കൊടുക്കുക, അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ തിങ്കിങ് ആയില്ല. അപ്പൊ തിങ്കിങ് ഇസ് എ ഹിഡൻ പ്രോസസ്സാണ്. ഇത് ഇംപ്ലിസിറ്റ് ബിഹേവിയർ ആണ്. അത് നമ്മൾ ഏതെങ്കിലും നമ്മളുള്ള രൂപത്തിൽ ഇമേജസ് കൊടുക്കുക, ഐഡിയാസ് കൊടുക്കുക, അല്ലെങ്കിൽ കോൺസെപ്റ്റ് കൊടുക്കുക. അപ്പൊ പല രീതിയിലുള്ള തിങ്കിങ്, പെർസെപ്റ്റൽ തിങ്കിങ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും വായിച്ചൊരു ബുക്കിനെ കുറിച്ച്, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിങ്കിങ്, പെർസെപ്റ്റൽ ഓർ കോൺക്രീറ്റ് തിങ്കിങ്. ഏതെങ്കിലും ഒരു വായിച്ച ബുക്കിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ ചിന്തിക്കുക. ദാറ്റ് ഇസ് കോൾഡ് പെർസെപ്റ്റൽ തിങ്കിങ്. ദെൻ കോൺസെപ്റ്റൽ ഓർ അബ്സ്ട്രാക്ട് തിങ്കിങ്, കുറച്ചുകൂടെ സൂപ്പറായിട്ടുള്ളത്. അപ്പം നമ്മൾ എന്തെങ്കിലും കോൺസെപ്റ്റ്, സിമ്പിൾ ലാംഗ്വേജ് ടു സോൾവ് ദ പ്രോബ്ലത്തെ കൊടുത്തു കഴിഞ്ഞാൽ കോൺസെപ്റ്റൽ തിങ്കിങ്. കോൺസെപ്റ്റൽ ഓർ അബ്സ്ട്രാക്ട് തിങ്കിങ്. ദെൻ റിഫ്ലക്റ്റീവ് തിങ്കിങ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പഴയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോഴത്തെ പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ദാറ്റ്സ് കോൾഡ് റിഫ്ലക്റ്റീവ് തിങ്കിങ്. ദെൻ ക്രിയേറ്റീവ് തിങ്കിങ് ഒരു അഡ്വാൻസ് സ്റ്റേജ് ഓഫ് തിങ്കിങ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ ആ സംഭവത്തിന് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദിക്കുക. ആ എന്തുകൊണ്ടുള്ളതിന് നമ്മൾ ചിന്തിച്ചിട്ട് അതിനൊരു മീനിങ് കൊടുക്കാം. സാധാരണ സയന്റിഫിക് തിങ്കിങ് ഒക്കെയാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ദെൻ ക്രിട്ടിക്കൽ, ഇതിന്റെ കാര്യകാരണത്തെ കുറിച്ച് ചിന്തിക്കുക. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, റീസൺ കണ്ടു. ദാറ്റ്സ് കോൾഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. പിന്നെ വേറെ ധാരാളം തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്. പിന്നെ പ്രോബ്ലം സോൾവിങ്, അത് കുറച്ചൊരു അഡ്വാൻസ് ആയിട്ട് ലേണിങ്ങിലും പെടുത്താം, തിങ്കിങ്ങിലും നമുക്ക് പെടുത്താം. പ്രോസസ് തിങ്കിങ് എങ്ങനെയാണ്? ഫസ്റ്റ് വൺ, ഇതിന് ഒന്നെങ്കിൽ ഇതിന്റെ സ്റ്റേജസ് എന്ന് പറയാം, അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് തിങ്കിങ്. ഇറ്റ്സ് എ മെന്റൽ ഇമാജിനറി ആണ്, മനസ്സുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദെൻ കോൺസെപ്റ്റ്, ദെൻ പ്രൊപ്പോസിഷൻസ്, ദെൻ നീഡ്. മോട്ടിവേഷൻ is something energizes you, compels you, prompts you act in a particular way at a particular time at a specific call. എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുകയോ അവനെ ഉത്സാഹിപ്പിക്കുകയോ അവനെ തള്ളിവിടുകയോ ചെയ്യുന്ന എന്ത് കാര്യമാണ്, അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം മോട്ടിവേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, നീഡ്സ് പഠിക്കുന്നത്. ദർ ആർ 2 types of നീഡ്സ്, 2 തരത്തിൽ. ഒന്ന് ഫിസിക്കലും, ഒന്ന് ശരീരത്തിന്റെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഫിസിയോളജിക്കൽ. ദെൻ ഈ സൈക്കോ സോഷ്യൽ നീഡ്സ്. അപ്പം ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ, വാട്ടർ, ഫുഡ്. പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കണം,
റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് ചെയ്യണം. ശരീരത്തിൽ നിന്ന് വേസ്റ്റ് ഒക്കെ നമ്മൾ പുറത്തേക്ക് കളയാനും ബോഡി ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം. ദെൻ നമ്മൾ സെക്ഷൻ നീഡ്സ് ആണ്. സെക്ഷൻ നീഡ്സ് എന്ന് വെച്ചാൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സെൻസറി നീഡ്സ്, ദെൻ നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നമ്മുടെ ബേസിക് നീഡ്സ് ആണ്, ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ദെൻ ദ സോഷ്യൽ സൈക്കോസോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം, സേഫ്റ്റി, സെക്യൂരിറ്റി, ബിലോങ്ങിങ്നെസ്, ലവ്, കെയർ, അഫെക്ഷൻ, ഇതൊക്കെ സൈക്കോ സോഷ്യൽ നീഡ്സ് ആണ്. നീഡ്സ് രണ്ട് തരത്തിലാണ്, ഫിസിക്കൽ നീഡ്സ് ആൻഡ് സൈക്കോ സോഷ്യൽ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം, കാരണം മോട്ടിവേഷൻ സാറിന് പരീക്ഷയ്ക്ക് ചോദിക്കാറിന് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ എന്താണെന്ന് പഠിക്കണം. ദെൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മളെ അതിലേക്ക് ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നതാണ്. അതായത് നമ്മൾ ഫുഡ്, നമുക്ക് വിശപ്പുണ്ട്, വിശപ്പിനെ കെടുത്താൻ വേണ്ടി നമ്മൾ ആ എടുക്കാൻ ഇരിക്കുന്ന എന്താണോ ഡ്രൈവിനെയാണ് നമ്മൾ പറയുന്നത്. ആ ഉണ്ടാകുന്ന ഒരാഗ്രഹത്തെയാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. അർജ്, ആ നമ്മുടെ എന്തെങ്കിലും ഉള്ളതിനെ നമുക്ക് ശമിപ്പിക്കാൻ വേണ്ടി, ഇപ്പൊ വിശപ്പിനെ ശമിപ്പിക്കാൻ വേണ്ടി നമ്മൾ കാണുന്ന ഫുഡാണ്. ഫുഡ് ഈസ് ഡ്രൈവ്. അപ്പൊ ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, നമ്മൾ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്, ദാറ്റ് ഇസ് കോൾഡ് ഇൻസെന്റീവ്. അപ്പൊ നീഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഡ്രൈവ് എന്ന് പറഞ്ഞ് എന്താണോ അതിനെ നമ്മൾ ആ ടെൻഷൻ ഉണ്ടാക്കുന്ന സ്റ്റേജും അതിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കും, അത് ഡ്രൈവും. ഇൻസെന്റീവ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഇൻസെന്റീവ് പറയുന്നത്. ദെൻ തിയറീസ് ഓഫ് മോട്ടിവേഷൻ, ഇൻസ്റ്റിങ് തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് മാസ്ലോ ഹൈറാർക്കി തിയറിയാണ്. അപ്പം ഇൻസ്റ്റിങ് തിയറി ഉണ്ട്, അത് ഫ്രോയിഡിയൻ തിയറി. ഫ്രോയിഡ് പറയുന്നത് വെച്ചാൽ ഒരാൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അവന്റെ പ്ലഷർ സാറ്റിസ്ഫാക്ഷൻ, സെക്സ് എന്ന് തന്നെയാണ് ഫ്രോയിഡ് തിരിച്ച് പറയുന്നത്. ദാറ്റ് ഇസ് ബേസിക്കലി ടു സാറ്റിസ്ഫൈ ദ ഇൻസ്റ്റിങ്, ദ പ്ലഷർ തിയറി എന്നോട് അതിനെ പറയാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാസ്ലോ തിയറി. മാസ്ലോ ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് നമ്മുടെ ആവശ്യങ്ങളെ ചിത്രീകരിക്കുക, ട്രയാങ്കിൾ ആയിട്ട്. ഒന്ന് ഫിസിയോളജിക്കൽ, സേഫ്റ്റി, സോഷ്യൽ, സെൽഫ് എക്സ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ എല്ലാ മനുഷ്യനും സെൽഫ് ആക്ച്വലൈസേഷനിലേക്കുള്ള പ്രവർത്തനമാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പം ബേസിക് നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റി നീഡ്സിലേക്ക് പോകും. സേഫ്റ്റി നീഡ്സിൽ നമ്മൾ സോഷ്യൽ നീഡ്സിലേക്ക് പോകും, അത് നമുക്ക് ലവ്, കെയർ, അഫെക്ഷൻ ഒക്കെ. ദെൻ സെൽഫ് എക്സ്റ്റീം, ദെൻ സെൽഫ് ആക്ച്വൽ. അപ്പൊ എല്ലാവരുടെയും വളർച്ച എന്ന് പറയുന്നത്, ചിന്താഗതി എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എത്താറുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് തിയറി, മോട്ടിവേഷനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തിയറിയാണ് എബ്രഹാം മാസ്ലോ തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ, ഓർ നീഡ് തിയറി, ഓർ ഹൈറാർക്കി തിയറി. ഇത് പല പേരുകളിൽ അറിയപ്പെടും. ദെൻ എമോഷൻ സ്റ്റിയർ ഓഫ് സ്റ്റേജ് ഓഫ് ആൻ ഓർഗാനിസം. അത് നമ്മൾ എന്തിനെങ്കിലും പുറത്തേക്ക് കാണിക്കുന്ന എന്താണോ, ഞാൻ കരയുക അതെന്റെ സങ്കടത്തിന്റെ എമോഷൻ, ഞാൻ ചിരിക്കുക എന്റെ സന്തോഷത്തിന്റെ. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് കാണിക്കുന്ന ഏതാണോ അതിനെയാണ് നമ്മൾ എമോഷൻസ് എന്ന് പറയുക. പല ഇതുണ്ട്, രണ്ട് തരത്തിലുള്ള എമോഷൻസ് ഉണ്ട്, ഒന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എമോഷൻസ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എമോഷൻ തിയറീസ് ആണ്. ഈ തിയറി എന്ന് പറയുമ്പോൾ തിയറിക്കകത്ത് നമ്മൾ നോക്കേണ്ടത് ആദ്യം എമോഷൻസ് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഒന്ന് കോഗ്നിറ്റീവ് അപ്രൈസ്, നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ചിന്താഗതി, സബ്ജക്റ്റീവ് ആയിട്ടുള്ള. പിന്നെ അതിന്റെ തോട്ട്, പിന്നെ ഇന്റേണൽ ബോഡി ചേഞ്ചസ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇത്രയാണ് കമ്പോണൻസ് ഓഫ് എമോഷൻസ് പറയുന്നത്. ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു, ആ കാര്യം നമ്മളിൽ എങ്ങനെ അത് വികാരം ഉണ്ടാക്കുന്നു, ആ വികാരത്തിൽ ഇത് എങ്ങനെ ആക്ഷനിലേക്ക് വരുന്നു, അതുണ്ടാകുമ്പോൾ ശരീരത്തിന്റെ അകത്തും പുറത്തും ഉണ്ടാകുന്ന ചേഞ്ചുകൾ, ഇതിനാണ് എമോഷൻസ് ഉണ്ടാകുന്ന ചേഞ്ചുകൾ, കമ്പോണൻസ് ഓഫ് എമോഷൻ. പിന്നെ ഇതിനനുസരിച്ച് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു നായയെ നമ്മൾ കാണുന്നു, ആ നായെ കണ്ടുമ്പോൾ ഈ നായെക്കുറിച്ച് നമ്മൾ കാണുന്നതായി ചിന്താക്കരുത്, ഇതൊരു നായാന്ന് നമ്മൾ മനസ്സിലാക്കി, ഇത് പണ്ട് എന്നെ കടിച്ചിട്ടുണ്ട് എന്നുണ്ട്. അത് പഠിക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടാക്കുന്ന വികാരങ്ങൾ എന്താണ്. അപ്പോൾ ഉടനെ തന്നെ ഇന്റേണൽ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ച് ചെയ്തു, ഉടനെ എന്റെ മുഖത്ത് നമ്മൾ എക്സ്പ്രഷൻ വരുന്നു, ഞാൻ ഉടനെ ഓടും. നേരെ തിരിച്ചാണ്, നമ്മൾ നല്ലൊരു നായ്ക്കുട്ടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, അതിനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ അപ്രൈസിൽ മാറും, അപ്പം നമ്മുടെ റെസ്പോൺസ് മാറും. ദെൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഏത് എമോഷൻസ് ഒന്ന് എമോഷൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. ഒന്നെങ്കിൽ ഓടുക, അല്ലെങ്കിൽ അതിനെ രസിക്കുക, അല്ലെങ്കിൽ ചിരിക്കുക, ഒരാളെ കാണുമ്പോൾ ചിരിക്കുക. അപ്പം ബിഹേവിയർ, അത് ഇൻഡിവിജ്വൽ പ്രവർത്തിക്കാൻ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ വികാരങ്ങൾ ഉണ്ടാക്കുന്നു, ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരായിട്ട് ചേരാനായിട്ടുള്ള എമോഷൻസിന്റെ ഫങ്ഷൻസ് ആണ്. ദെൻ തിയറീസ് ഓഫ് എമോഷൻ ആദ്യം പഠിക്കുന്നത് കോമൺ സെൻസ് വ്യൂ നമ്മൾ പഠിക്കും. കോമൺ സെൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് പേടിയുണ്ടാകും, നമ്മൾ ഓടുന്നു, അത് കോമൺ സെൻസ് വ്യൂ. ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വികാരം എന്താണ്, അതനുസരിച്ച് നമ്മൾ പെരുമാറും. പക്ഷെ ജെയിംസ് ലാ എങ്ങനെയാണ് പറഞ്ഞത്,
എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരാളെ കാണുമ്പോൾ ഞാൻ ചിരിച്ചാൽ എനിക്ക് സന്തോഷമാണ്, ഒരു സാധനത്തെ കാണുമ്പോൾ ഞാൻ ഓടിയാൽ എനിക്ക് പേടിയാണെന്ന് മനസ്സിലാവും. അപ്പം നമ്മുടെ റിയാക്ഷനാണ് എന്ത് ആണ് നമ്മളുള്ളത്, എന്ത് വികാരമാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാവും. കാനൻ ബേർഡ് അങ്ങനെയല്ല പറയും, എന്തെങ്കിലും അതുണ്ടാകുമ്പോൾ നമ്മുടെ പഴയ എക്സ്പീരിയൻസുമായിട്ട് വെച്ചു, പഴയ എക്സ്പീരിയൻസ് ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അതിന് തീരുമാനം എടുക്കും. ഒരു നായെ കണ്ടു, എന്നാൽ നമ്മളെ കടിച്ചിട്ടുണ്ട്, കടിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അതേസമയം ഞാൻ അതിന് വളർത്തിക്കൊണ്ടിരിക്കുന്ന നല്ല നായ ഉണ്ടായിരുന്നു, എനിക്ക് അതിനുള്ള സ്നേഹമാണ് തോന്നുന്നത്. അപ്പം പഴയ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ കണക്കാക്കും. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാനൻ ബേർഡ്. സ്പെഷ്യലിസ്റ്റ് തിയറി എങ്ങനെയല്ല, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ആ ഇൻസിഡന്റ് നമ്മൾ പഴയ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പം ബ്രെയിനകത്ത് കുറെ ചേഞ്ചസ് ഉണ്ടാകും, ശരീരത്തിൽ ഫങ്ഷൻസിന് ഉണ്ടാകും. ദെൻ വി ആർ റിയാക്ടിങ്. ദാറ്റ് ഈസ് കോൾഡ് സ്പെഷ്യലിസ്റ്റ് തിയറി. ദെൻ അപ്പോൺ പ്രോസസ്സിംഗ് തിയറി, കോഗ്നിറ്റീവ് അപ്രോച്ച്. എങ്ങനെ ഒരെണ്ണത്തിനെ കാണുന്നു അതനുസരിച്ചാണ്, പിന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ്. അപ്പം ഈ തിയറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷൻസിന്റെ തിയറികൾ, പ്രത്യേകിച്ച് സ്പെഷ്യലൈസ് തിയറിയും കാനൻ ബേർഡ് തിയറിയും ആണ്. ജെയിംസ് ലാക്ക് തിയറിക്കാളും രണ്ട് തിയറിയും പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. ദെൻ ഇന്റലിജൻസ്. ഇന്റലിജൻസ് അത് എബിലിറ്റി ഓഫ് എ പേഴ്സൺ ഒരു കാര്യത്തെ കാണാൻ, അത് റാഷണലായിട്ട് തിങ്ക് ചെയ്യുക, അതിന് അനുസരിച്ച് പെരുമാറുക, ആ പെരുമാറ്റത്തിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും. ഇന്റലിജൻസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി, ഡീൽ എഫക്റ്റീവ്ലി. ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകും, മീനിങ് ഉണ്ടാകും, അതിൽ എന്തെങ്കിലും ഗുണമുണ്ടാകും. അങ്ങനെ ചെയ്യാൻ കഴിവുള്ളതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്റലിജൻസ് കോഷ്യൻ ഇറ്റ്സ് എ ന്യൂമറിക്കൽ വാല്യൂ. ഇത് ഇന്റലിജൻസ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്റലിജൻസ്. പക്ഷെ ഇന്റലിജൻസ് കോഷ്യൻ എന്ന് പറയുമ്പോൾ, IQ എന്ന് പറയുമ്പോൾ അതിനൊരു നമ്പർ ഉണ്ടാവും. ആ MA മെന്റൽ ഏജ് എന്ന് പറയുന്നത് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടുപിടിക്കുന്നു. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ബർത്ത് സമയം വെച്ചിട്ടുള്ള. ഞാൻ 2000-ലാണ് ജനിച്ചെങ്കിൽ ഇന്ന് എനിക്ക് 2 വയസ്സ്, 12 വയസ്സ്. അപ്പം 90-ലാണ് ജനിച്ചെങ്കിൽ ഇത്ര വയസ്സ്. അപ്പം ക്രോണോളജിക്കൽ യഥാർത്ഥത്തിലുള്ള വയസ്സും മെന്റൽ ഏജ് സൈക്കോളജിക്കലായിട്ട് കണ്ടുപിടിക്കുന്നു. ഇതിന്റെ തമ്മിലുള്ള റേഷ്യാണ് ഇന്റലിജൻസ്. ഇന്റലിജൻസ് കോഷ്യൻസ് ആണ് പറഞ്ഞത്. അപ്പം 140 കൂടുതൽ ആണെങ്കിൽ, 130 കൂടുതലാണെങ്കിൽ ഗിഫ്റ്റഡ് ചൈൽഡ് എന്നും, 120 സുപ്പീരിയർ ഇന്റലിജൻസും, 119 ഹൈ റേഞ്ച് ഇന്റലിജൻസും, 90 150 ആവറേജ് ഇന്റലിജൻസും, പിന്നെ ബോർഡർ ലൈൻ. അപ്പം 70 താഴെയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് മെന്റൽ റിട്ടാർഡേഷൻ. മെന്റൽ റിട്ടാർഡേഷൻ 4 തരത്തിലും: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. 25 താഴെയാണെങ്കിൽ പ്രൊഫൗണ്ട്, അതാണ് മെന്റൽ റിട്ടാർഡേഷൻ സാധാരണ പറയുന്നത്. പക്ഷെ ബാക്കിയുള്ളത് മെന്റൽ റിട്ടാർഡേഷൻ ആണ്. ഓരോ തിയറി ഉണ്ട് സാറിന് എങ്ങനെയാണ് ഇന്റലിജൻസ്. ആദ്യത്തെ തിയറി എക്സ്പെരിമെന്റ് ഒരു കോമൺ ഫാക്ടർ G ആണ്. അത് ഏതെങ്കിലും ഒരാൾക്ക് ഇന്നത് കണക്കിന് നല്ലതാണ്, അവന്റെ ഇന്റലിജൻസ് പറയും. പക്ഷെ പിന്നെ സ്പെസിഫിക് ഫാക്ടർ S ആണ്. പക്ഷെ മെയിൻ ആയിട്ട് ഇന്റലിജൻസിന്റെ തിയറി നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ഇത്രയും കാര്യങ്ങളാണ്: വേർഡ് ഫ്ലുവൻസി, വെർബൽ കോംപ്രിഹെൻഷൻ, സ്പേഷ്യൽ എബിലിറ്റി, പെർസെപ്ച്വൽ സ്പീഡ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് മെമ്മറി. അപ്പൊ ത്രഷോൾഡ് തിയറി ഓഫ് ഇന്റലിജൻസ് ഇതാണ് നമുക്കുള്ള PMA ആണ്. അപ്പൊ ഇത് നോക്കണം. വേൾഡ് ഒരു എപ്പോഴും ഇന്റലിജൻസ് പറഞ്ഞു, അല്ല വേൾഡിന്റെ ഉള്ള കഴിവ്, വെർബൽ കോംപ്രിഹെൻഷനുള്ള, സ്പേഷ്യൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്, പെർസെപ്ച്വൽ മനസ്സിലാക്കാനുള്ള കഴിവ്, നമ്പറുമായിട്ട് ചെയ്യാനുള്ള, ഇൻഡക്റ്റീവ് റീസണിങ് കാര്യകാരണ സംഗതി, മെമ്മറി. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട തിയറീസ് ഓഫ് ഇന്റലിജൻസ് പറയുമ്പോൾ. പിന്നെ അടുത്ത കമ്പോണൻസ് തിയറി, എക്സ്പെരിമെന്റൽ തിയറി ഉണ്ട്. ദെൻ ജെൻഡർ തിയറി, കോണ്ടക്ച്വൽ ഇന്റലിജൻസ്, അത് ഒരു സാഹചര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്നതിനുള്ള. പിന്നെ കണക്ക് ചെയ്യാനായിട്ടുള്ളത് സ്പേഷ്യൽ, ബോഡിലി കിനസ്തറ്റിക്, നമുക്ക് എങ്ങനെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്. ദെൻ ഇന്റർപേഴ്സണൽ, മറ്റുള്ളവരുമായിട്ട് ചേരാനായിട്ടുള്ള കഴിവ്. ഇതിനെയാണ് ഗാർഡനർ തിയറി ഓഫ് ഇന്റലിജൻസ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എങ്ങനെ ഇന്റലിജൻസ് കാണാം? ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഒന്ന് ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റ്, പെർഫോമൻസ് ആൻഡ് നോൺ പെർഫോമൻസ്. അതിനകത്ത് ബിനെറ്റ് സ്കെയിലാണ് കൂടുതൽ. സ്റ്റാൻഡേർഡ് ബിനെറ്റ് സ്കെയിലിൽ SBS ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫ്ലൂയിഡ് റീസണിങ്, നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, വിഷ്വൽ സ്പെഷ്യൽ, ഇതെല്ലാം നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കും. പിന്നെ വെർച്വലൈസ് സ്കെയിലാണ് പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അത് അറ്റൈനബിൾ ഓർ ആക്ച്വൽ സ്കോറും പ്ലസ് എക്സ്പെക്റ്റഡ് വെച്ചിട്ടാണ് വെർച്വലൈസ് ചെയ്ത്. ഇതാണ് തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് ടെസ്റ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഉണ്ട്, വെർബൽ ആൻഡ് നോൺ വെർബൽ ടെസ്റ്റ് ഉണ്ട്. ദെൻ എമോഷണൽ ഇന്റലിജൻസ്. എമോഷണൽ ഇന്റലിജൻസ് വെച്ചാൽ വൈകാരികമായിട്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും ചെയ്യാനായിട്ടുള്ളതാണ് എമോഷണൽ ഇന്റലിജൻസ്. അപ്പം അതുപോലെ തന്നെ ഗോൾഡൻ മോഡൽ ഉണ്ട്, നോയിങ് വൺസ് എമോഷൻസ്. നമ്മളെ ഇത് മനസ്സിലാക്കുക, വികാരത്തെ മനസ്സിലാക്കുക, വികാരത്തെ മാനേജ് ചെയ്യാൻ സാധിക്കുക, അത് നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുക. അതാണ് എമോഷണൽ ഇന്റലിജൻസ്. പിന്നെ റെക്കഗ്നൈസ് എമോഷൻ, മറ്റുള്ളവരെ മനസ്സിലാക്കുക,
എൻ്റെ റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുക. ഇപ്പം ഇത്രയാണ് എമോഷണൽ ഇൻ്റലിജൻസ് 5 മോഡൽ തിയറിയാണ് പറയുന്നത്. നോയിങ് വൺസ് എമോഷൻസ്, നമ്മുടെ വികാരത്തെ മനസ്സിലാക്കുക, അതിനെ നമ്മൾ നിയന്ത്രിക്കുക, അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ വികാരത്തെ മനസ്സിലാക്കുക, ആ എല്ലാം കൂടെ കൊണ്ട് നമ്മൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് എമോഷണൽ ഇൻ്റലിജൻസ്. പിന്നെ സോഷ്യൽ ഇൻ്റലിജൻസ്, സൊസൈറ്റി ആയിട്ട് നമുക്ക് ചേരാനുള്ള സോഷ്യൽ ഇൻ്റലിജൻസ്. കോപ്പിംഗ് വിത്ത് സിറ്റുവേഷൻ, സാഹചര്യങ്ങളും സമൂഹമായിട്ട് നമുക്ക് ചേരാനുള്ള സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി കെയിം ഫ്രം എ ലാറ്റിൻ വേർഡ്. പേഴ്സണ മീൻസ് മാസ്ക്. അപ്പോൾ നമ്മൾ ഒരു മുഖംമൂടി വെച്ചിട്ടാണ്, ഈ മുഖംമൂടി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണാലിറ്റി കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ തിയറി സൈക്കോളജിക് തിയറി തന്നെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിയറി ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിനെ മൂന്നായിട്ട് തിരിച്ചു: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ നടക്കാൻ പോയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അവിടുന്ന് അൺകോൺഷ്യസ് മൈൻഡിലും. അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ അത് ഹിഡൻ ട്രഷറാണ്, അത് സ്വപ്നത്തിലൂടെ വരികയും ആ സ്വപ്നത്തെ നമുക്ക് വിശകലനം ചെയ്താലുള്ള പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റുമെന്ന് സാധിക്കുകയും അതിന് പേഴ്സണാലിറ്റി ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ് തിരിച്ചു. ഇഡ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ബിഹേവിയറും, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള എല്ലാ നിയമങ്ങളും പാലിക്കുന്നതും, ഈഗോ എന്ന് പറയുന്നത് ഇതിന് രണ്ടിനിടയ്ക്ക്. അപ്പം ഇഡിലും സൂപ്പർ ഈഗോയിലും ജീവിക്കാൻ ഈഗോയിലും, അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇതിന് ഇദ്ദേഹം പല സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓറൽ സ്റ്റേജ്, അമ്മിഞ്ഞ പാല് കുടിക്കുന്ന പ്രായം, അതായത് ഒരു ജനിക്കുന്ന അന്ന് മുതൽ 18 മാസം വരെ. ഏനൽ സ്റ്റേജ് 18 മാസം മുതൽ 3 വയസ്സ് വരെ. ഫാലിക് സ്റ്റേജ് 3 years to 5 years. ദെൻ ലേറ്റൻസി. ഫാലിക് സ്റ്റേജിലാണ് കുട്ടികൾക്ക് എഡിപ്പസും അൾട്രാ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാകുന്നത്. ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും ഉള്ള സ്നേഹം. പിന്നെ ലേറ്റൻസി പീരീഡ്. വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാകാറില്ല, സോഷ്യൽ നിയമങ്ങൾ പഠിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് പറഞ്ഞാൽ ജെനിറ്റൽ സ്റ്റേജിലാണ്. പ്യൂബർട്ടി 30 എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്യൂബർട്ടി സ്റ്റേജ് ടു അഡൾട്ട്ഹുഡ് വരെയാണ്, 18 വയസ്സ് വരെയാണ് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ശരിക്കുള്ള ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ ആൽഫ്രഡ് തിയറി ഉണ്ട്, ഇൻഫീരിയോറിറ്റി വേഴ്സസ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. സിബ്ലിംഗ് റൈവൽറി എന്ന് പറഞ്ഞിട്ടുള്ള ബർത്ത് ഓർഡർ, അത് കുട്ടികളുടെ ആൽഫ്രഡ് അഡ്ലർ പറഞ്ഞതാണ്. പിന്നെ കാൾ യുങ്ങിനാണ്. പിന്നെ ഇൻട്രോവേർട്സ് ആൻഡ് എക്സ്ട്രോവേർട്സ് എന്ന് പറഞ്ഞിട്ടാണ് കാൾ യുങ്ങിന്റെ തിയറി വരുന്നത്. എബ്രഹാം മാസ്ലോ തിയറി നീഡ് ഹൈറാർക്കി തിയറിയാണ്. കാൾ റോഗേഴ്സിന് നമ്മൾ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ സ്വന്തമായി നമ്മളെ മനസ്സിലാക്കുന്നത് സെൽഫ് അവയർനെസ് ആണ്. ദെൻ ട്രേറ്റ്സ് പറഞ്ഞു. പിന്നെ കാർഡിനൽ ട്രേറ്റ്സ് തിയറി ഉണ്ട്. ഓരോ ട്രേറ്റ്സ് ഉണ്ട്, സർഫസ് ട്രേറ്റ്സ് അങ്ങനെ പറഞ്ഞ് പല ട്രേറ്റ്സുകളാണ്. കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ്, സെക്കൻഡറി ട്രേറ്റ്സ്. കാൾ റോഗേഴ്സ് പറഞ്ഞാണ് ഇങ്ങനെ ഓരോ ട്രേറ്റ്സ് ആണ് മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. Then Mackay and Costard, openness, ഇത് 5 ബിഗ് ഫാക്ട് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാവേർഷൻ, അഗ്രബിൾനെസ്, ന്യൂറോട്ടിസം. ഇത് നമ്മൾ ഇത് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ചോദിക്കാറില്ലെന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യണതാണ്. 5 ഫാക്ടർ തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ നിങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഈ 5 സ്റ്റേജാണ് ഒരാൾ തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മാക്കയർ ആൻഡ് കോസ്റ്റ ബിഗ് 5 ഫാക്ടർ തിയറി, 5 ഫാക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ നോക്കി വെക്കണം. അപ്പം ഒന്ന് ഫ്രോയിഡിന്റെ തിയറി, ദെൻ ഇതും. പിന്നെ അടുത്ത തിയറി വന്ന് ഇത് എങ്ങനെ നമുക്ക് പേഴ്സണാലിറ്റിയെ നമുക്ക് അസസ് ചെയ്യാം. ഫസ്റ്റ് വൺ സെൽഫ് റിപ്പോർട്ട് മെഷർ. പിന്നെ ഏറ്റവും അതിനകത്ത് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മൾ പടങ്ങളൊക്കെ, റോഷർടെക്സ് ഒക്കെയാണ്, പടങ്ങൾ കാണിച്ചിട്ട് അവരുടെ പെർസെപ്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ പേഴ്സണാലിറ്റികളൊക്കെ, ദാറ്റ് ഇസ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പേഴ്സണാലിറ്റി അസസ്മെന്റ് ചോദിക്കുമ്പോഴും പ്രൊജക്റ്റീവ് ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. റോഷർടെക്സ്, TAT, തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, CAT, ചൈൽഡ് പെർസെപ്ഷൻ ടെസ്റ്റ്. അപ്പോൾ സെൽഫ് റിപ്പോർട്ടിംഗ് ഉണ്ട്, ഒബ്സർവേഷൻ മെത്തേഡ് ഉണ്ട്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്, ക്വസ്റ്റ്യനിയർ, ധാരാളം ക്വസ്റ്റ്യനിയർ, യെസ് ഓർ നോ ആൻസർ വരുന്നതാണ് ക്വസ്റ്റ്യനിയർ. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1 to 5 or 1 to 9 റേറ്റിംഗ് കൊടുക്കുന്നതാണ് ഉള്ളത്. ദെൻ ഡെവലപ്മെന്റ്. അടുത്ത ഡെവലപ്മെന്റ് ആണ് ഗ്രോത്ത് ആൻഡ് ഹ്യൂമൻ തോട്ട്സ്, ലൈഫ് സ്പാൻ. അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള സമയമാണ് നമ്മൾ ഗ്രോത്ത് പറയുന്നത്. അതിന്റെ 3 ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നത്. 0 to 21 years, 21 to 60, 60+. അപ്പം ആദ്യത്തെ 0 to 21, 21 മറ്റേ ഫ്രോയിഡിന്റെ തിയറി പോലെ തന്നെ 0 to 2 years, 2 to 4 years, 4 to 6 years, 6 to 12 years, 12 to 21 years അങ്ങനെ തിരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് 21 to 60 ആണ്. അത് 21 to 40 തിരിച്ചിട്ടുണ്ട്, 40 to 60 ഉണ്ട്. 60+ ആണ് ഓൾഡ് ഏജ് ആണ്. അതിനകത്ത് അഡോളസൻസ് സ്റ്റേജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുണ്ട്. അപ്പം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്,
കോഗ്നിറ്റീവ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാകാം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആകാം, സോഷ്യൽ ഡെവലപ്മെന്റ് ആകാം. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരാൾ ശാരീരികമായും മാനസികമായും വ്യക്തിപരമായും സാമൂഹികപരമായിട്ടുള്ള വളർച്ചയാണ് നമ്മൾ അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുക. ശരീരം, ചിന്താഗതികളും കാര്യങ്ങളും, വ്യക്തിത്വം, സോഷ്യൽ ഡെവലപ്മെന്റ്. ഇത് എന്തൊക്കെ ഫാക്ടേഴ്സ്? ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ഒരാളുടെ വളർച്ചയെ ബാധിക്കുന്നത്. ഹെറിഡിറ്ററി, എൻവയോൺമെന്റ്, സെക്സ്, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. ദെൻ ഹോർമോൺസ്, ന്യൂട്രീഷൻ ആൻഡ് റേസ്, ദെൻ കൾച്ചർ. അപ്പം ഒരാളുടെ വളർച്ചയെ ബാധിക്കുന്ന സംഗതിയാണ് പാരമ്പര്യം, ഏത് സെക്സ് ആണ്, സെക്സ് എന്ന് പറയുന്നത് എക്സ് ഓർ XY ക്രോമോസോം കൊണ്ട് ആണോ പെണ്ണോ, അതെങ്ങനെയാകുന്നു, സോഷ്യോ എക്കണോമിക് സാമൂഹികമായ ശരീരത്തിന് ഹോർമോണിന്റെ ചേഞ്ചസ്, ന്യൂട്രീഷൻ എങ്ങനെയൊക്കെ നമുക്ക് വൈറ്റാമിൻ ബാക്കിയുള്ളത്, റേസ് ഏത് കൾച്ചറിൽ വരും, ഏത് കൾച്ചർ എന്ന് വെച്ചാൽ ഏത് റേസിന് ഏത് ജാതി എങ്ങനെയാണെന്നുള്ളത്, എവിടെ ജനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അമേരിക്ക ജനിക്കുന്ന കുട്ടികളുടെ പേഴ്സണാലിറ്റിയും കേരളത്തിൽ ജനിക്കുന്ന കുട്ടി, ഇന്ത്യ ജനിക്കുന്ന കുട്ടി, ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ജനിക്കുന്ന കുട്ടികളുടെയും ചില ഹിമാചൽ പ്രദേശ് ജനിക്കുന്നത്, അപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും. പിന്നെ സംസ്കാരം, ഇതാണ് പേഴ്സണാലിറ്റിയെ ഒരു ഡെവലപ്മെന്റിൽ ചെയ്യുന്നത്. പിന്നെ പീരീഡ്സ് ഓഫ് ഡെവലപ്മെന്റ് ഞാൻ ആദ്യം പറഞ്ഞു 0 to 2 years, 2 to 6 years, 6 to 12 years, 12 to 21, so 12 to 21 ആണ് adolescence, 12 to 21 ആണ്. Then 21 to 40, 40 to 60, 60 plus. ഇത് 3 സ്റ്റേജ് ആണ്. 0 to 21, 21 to 60, 60 plus. ഇപ്പൊ ഇൻഫൻസി, early childhood, late childhood, adolescence, early adulthood, middle adulthood, old age. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, ഡെവലപ്മെന്റ് ലൈഫ് ലോങ് ആണ്, ജീവിതകാലം മുഴുവൻ മാറ്റുന്നത്. മൾട്ടി ഡൈമെൻഷൻ പല ആംഗിളിലൂടെയാണ്. ഒരു മാത്രം വളർച്ച മാത്രമല്ല, ശാരീരികം മാത്രമല്ല, മാനസികമായി മാത്രമല്ല, സാമൂഹികമായിട്ടുള്ള വളർച്ചയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് മൾട്ടി ഡൈമെൻഷണൽ ആൻഡ് മൾട്ടി ഡയറക്ഷണൽ. ഇതൊരു ഡെവലപ്മെന്റ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നതാണ്, മൾട്ടി ഡൈമെൻഷനാണ്, മൾട്ടി ഡയറക്ഷനാണ്, ഹൈലി പ്ലാസ്റ്റിക്. അത് എപ്പോഴും ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. Influenced by multiple interacting factors. മൈക്രോസിസ്റ്റം നമ്മൾ പറഞ്ഞാണ് എക്സോസിസ്റ്റം ആൻഡ് മൈക്രോസിസ്റ്റം. ഇങ്ങനെയാണ് ഡെവലപ്മെന്റ് ചേഞ്ചസ് ഉള്ള ക്രോമോസിസ്റ്റം. ക്രോമോ റിഫേഴ്സ് ടു ടൈം. അപ്പം എൻവയോൺമെന്റിന്റെ വെച്ചിട്ട് അല്ല, സാമൂഹികമായ സാഹചര്യങ്ങൾ വെച്ചിട്ട്, അവന്റെ കസ്റ്റംസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവന്റെ സമയം വെച്ചിട്ട്, ഇത്രയാണ് കോണ്ടക്ച്വൽ ഇൻഫ്ലുവൻസ് ഓഫ് ഡെവലപ്മെന്റ് വരുന്നത്. ഇത് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇത് ആദ്യം തന്നെ പറഞ്ഞു. ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇത് ഞാൻ പറഞ്ഞതാണ്. ദെൻ ഹെറിഡിറ്ററി എൻവയോൺമെന്റ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് നമ്മൾ പറഞ്ഞതാണ്. ഓറൽ സ്റ്റേജ്, എന സ്റ്റേജ്, ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞു. ഇത് ഫ്രോയിഡിന്റെ തിയറിയാണ്. ദെൻ എറിക്സന്റെ തിയറി, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് തിയറി, എറിക്സൺ തിയറി. എറിക്സന്റെ 0 to 1 years സ്ട്രെസ് വേഴ്സസ് മിസ്ട്രെസ്, ടോളറൻസ് ചെയ്യുന്ന 2 to 4 years autonomy versus shame, then initiative versus guilt, industry versus inferiority, identity versus all confusion, intimacy versus isolation, ego, integrity versus despair. അപ്പം ഈ സ്റ്റേജസ്, എറിക്സൺ സ്റ്റേജസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അത് പഠിക്കണം. പിന്നെ എങ്ങനെയാണ് ഡെവലപ്മെന്റ് വരുന്നത്? PGS തിയറി വന്നിട്ടുണ്ട്. അത് നോളജ് വിൽ ഹെൽപ്പ് us to interpret and understand the world. അപ്പൊ സ്കീമാസ് പറയുന്നത് ലോകത്തെ മനസ്സിലാക്കാനായിട്ടും, ലോകം നമ്മളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ളതാണ് സ്കീമാസ്. ദെൻ അഡാപ്റ്റേഷൻ, അതിനെ നമ്മൾ സ്വീകരിക്കുക. ആ ഒന്ന് നമ്മൾ സ്വീകരിക്കാൻ, പഴയത് നിൽക്കുമ്പോൾ പുതിയതിനെ സ്വീകരിക്കാനും, പുതിയത് നിൽക്കുമ്പോൾ പഴയതിനെ ഉൾക്കൊള്ളാനും പറ്റാതാണ് അസിമിലേഷൻ ആൻഡ് അക്കമഡേഷൻ. അപ്പോൾ തിയറീസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനകത്ത് പിഗയുടെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കണം. സ്കീമാസ്, അഡാപ്റ്റേഷൻ, അസിമിലേഷൻ, ദ ഇൻഫർമേഷൻ ടു അതർ പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ്. കാരണം പഴയത് കൊണ്ട് പുതിയത് സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടും, പുതിയതിന് പഴയത് സ്വീകരിക്കാനുമുള്ള ബുദ്ധിമുട്ടാണ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. ഈക്വൽ, ഇത് രണ്ടിനെ കൂടെ ബാലൻസ് ചെയ്യുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഓറൽ സ്റ്റേജ് നമ്മൾ പഠിച്ചാണ്. ഇതിനകത്ത് സ്റ്റേജസ് കോഗ്നിറ്റീവ് പിഗയുടെ സ്റ്റേജാണ്. 0 to 2 years, 2 to 7 years, 7 to 12 years. അപ്പോൾ ഇത് ആദ്യം പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. ദെൻ അത് ഫോർമൽ ഓപ്പറേഷൻ. ഇത് 4 സ്റ്റേജാണ് പിഗ ഡെവലപ്മെന്റ് സ്റ്റേജസ്. സെൻസറി, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് പിഗ ഡെവലപ്മെന്റ് സ്റ്റേജസ്. ദെൻ ദെൻ വോഗ്യസ് തിയറിയാണ് സെൻട്രൽ കോൺസെപ്റ്റ്. വോഗ്യയുടെ തിയറി എന്ന് പറയുന്നത് സൊസൈറ്റി ആയിട്ട് നമ്മൾ ഇന്റർഫിയർ ചെയ്യുമ്പോഴുള്ളതും അതിനെ മനസ്സിലാക്കുന്നതും അതിൽ നിന്ന് പുറത്ത് വരുന്നതാണ് നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്നാണ്
വൈഗോട്സ്കി സ്കെയിൽ എന്ന് പറയുന്നത്. ഒന്ന്, എല്ലാത്തിനെ കുറിച്ചുള്ള നമ്മുടെ കപ്പാസിറ്റി ലേൺ ഫ്രം ഇൻസ്ട്രക്ഷൻ. പിന്നെ മറ്റേത് സോണലാണ്, പ്രത്യേക ആ ഏരിയയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ഇത് നമ്മൾ നോക്കുക, വൈഗോട്സ്കി തിയറി നമ്മൾ സാധാരണ രീതി ചോദിച്ചു കേട്ടില്ല. സാധാരണ രീതി ബാക്കിയുള്ള തിയറികളൊക്കെ പിഗെ തിയറി നമ്മൾ ചോദിക്കാറുണ്ട്. പിന്നെ കോൾബർഗ്സ് മോറൽ ഡെവലപ്മെന്റ് ആണ്, നമ്മൾ സമൂഹത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കൺവെൻഷനും അതിന്റെ അനുസരിച്ചുള്ള ഡെവലപ്മെന്റ് ആണ് പിഗെ കോൾബർഗ്സ് തിയറി എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ്. ഫസ്റ്റ് നമ്മൾ കാര്യങ്ങൾ മോറലായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. സെക്കൻഡ്, കൺവെൻഷണൽ മൊറാലിറ്റി വെക്കുക. പിന്നെ റിലേഷൻഷിപ്പിനെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ സമൂഹത്തിലുള്ള നിയമങ്ങളെ കുറിച്ച് പാലിക്കുക, സോഷ്യൽ നിയമങ്ങൾ. ഇതാണ് തിയറി. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോളജിയാണ് നമുക്കുള്ളത്. ഇത് നമ്മൾ നോക്കണം ഏതൊക്കെയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഒന്ന്, ക്ലിനിക്കൽ സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ സൈക്കോതെറാപ്പി, ഇൻവെസ്റ്റിഗേഷൻ, ക്ലിനിക്കൽ പ്രോബ്ലംസിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിനെ മനസ്സിലാക്കി ചെയ്യാനായിട്ടുള്ള കഴിവ്, കാര്യങ്ങൾ. അപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ജോലി എന്ന് വെച്ചാൽ ഒരു തെറാപ്പിയെ കുറിച്ച് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക, അതിനെ ഹെൽപ്പ് ചെയ്യുക, ട്രീറ്റ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ കൗൺസിലിംഗ് സൈക്കോളജി, ചെറിയ എമോഷണൽ പ്രോബ്ലംസ് ഉള്ള കാര്യങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ അനലൈസ് ചെയ്യുക, അതിന് ടെസ്റ്റുകൾ നടത്തുക, അത് മനസ്സിലാക്കുക, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ മൈനർ പ്രോബ്ലംസ്, എമോഷണൽ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെ നമ്മൾ പറയുക, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അവരെ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ചെയ്യുക. അപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് റാഷണൽ തിങ്കിങ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കി എല്ലാവരും ചോദിക്കും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമ്മുടെ ഉള്ള ആൾക്കാരുടെ ഇടയിലുള്ള ക്ലിനിക്കൽ സൈക്കോളജി, ഒരു ഹോസ്പിറ്റൽ വെച്ചാൽ ഈസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകണമെന്ന്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോതെറാപ്പി ചെയ്യാനായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജി ഡിഗ്രി എടുക്കുകയും ടെസ്റ്റുകൾ നടത്താനുള്ള കഴിവുകളാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ വേറെയാണ്. രണ്ടും രണ്ടാണ്. ഇപ്പോഴും ജനത്തിന് മനസ്സിലാകാത്തൊരു സംഗതിയാണ്. എല്ലാവരും കൗൺസിലിംഗ് എന്ന് പറയും, പക്ഷേ ക്ലിനിക്കൽ സൈക്കോളജി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. കൗൺസിൽ എന്ന് പറഞ്ഞാൽ ആരെയും കൗൺസിൽ ചെയ്യുന്ന ആൾക്കാർ കൗൺസിലർ ആയിട്ടാണ് കാണുന്നത്. അതെല്ലാം വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കണം. ദെൻ ഹെൽത്ത് സൈക്കോളജി. അപ്പൊ ഹെൽത്ത് സൈക്കോളജി സയന്റിഫിക് സ്റ്റഡി, ഹെൽത്ത് എങ്ങനെ ഉണ്ടാകും, എങ്ങനെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു, എങ്ങനെ അത് മാനസികമായിട്ട് ബാധിക്കുന്നു, മാനസികം എങ്ങനെ അതിന്റെ ഹെൽത്തിനെ ബാധിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, തൈറോയിഡ് കൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ്, അതുകൊണ്ടാണ് മാനസിക പ്രോബ്ലംസ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കുക. അല്ല, ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കുക. അത് മെയിൽ ഹോർമോൺ അല്ലെങ്കിൽ ഫീമെയിൽ ഹോർമോൺ, ഒരു മെയിലിന് ഫീമെയിൽ ഹോർമോൺ കൂടുക കുറയുകയാണ്. ചിലർക്ക് പെട്ടെന്നൊരു വണ്ണം കൂടി, അതൊക്കെയുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെന്തുകൊണ്ടാണ്? അപ്പൊ അതൊക്കെയാണ് ഹെൽത്ത് സൈക്കോളജി നമ്മൾ ഡീൽ ചെയ്യുക. ദെൻ എഞ്ചിനീയറിംഗ് സൈക്കോളജി. ഈ എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് സൈക്കോളജി ഓർഗനൈസേഷൻ സൈക്കോളജി അല്ല, രണ്ട് വ്യത്യാസമാണ്. എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂടാം എന്നുള്ളതും, ആ ഒരു മിഷനെ നമ്മൾ ഇത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. ഒരു കമ്പ്യൂട്ടറിനെ എങ്ങനെ ചെയ്യും, നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടർ ചെയ്ത് നമുക്ക് പോക്കറ്റിനകത്ത് ഇട്ടുകൊണ്ട് നടക്കാവുന്ന വരും. കമ്പ്യൂട്ടർ ഇപ്പം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കത്തക്കവണ്ണം വരെ ആയിട്ട്. അപ്പം എങ്ങനെ സൈക്കോളജിക്കലി നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ എങ്ങനെ ഓട്ടോമൊബൈൽസ്, ഇപ്പൊ നമ്മൾ കാറിന്റെ സിസ്റ്റം, കാറിന്റെ കീ എങ്ങനെ, ഓട്ടോ ഷിഫ്റ്റ് എന്തുകൊണ്ട്, അപ്പൊ എങ്ങനെ കൂടുതൽ എഫിഷ്യൻസി, എങ്ങനെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ആണ് എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം ഒരു സൈക്കോളജിക്കലായിട്ട് കൂടുതൽ അത് കംഫർട്ട് ആക്കാനായിട്ടും എങ്ങനെ മെഷീൻസിനെ അല്ലെങ്കിൽ ടൂൾസിനെ ഡിസൈൻ ചെയ്യാന്നുള്ള എഞ്ചിനീയറിംഗ് സൈക്കോളജി. ഇൻഡസ്ട്രിയൽ സൈക്കോളജി അതല്ല. ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു കമ്പനിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യാം. ആ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്ന ആൾക്ക് എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാക്കാം, എങ്ങനെ ഒരു ഓർഗനൈസേഷനകത്ത് നമുക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരാൾ നമ്മൾ ഇൻസ്റ്റന്റ് കൊടുക്കുക, എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, എങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കാം. അപ്പൊ എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ടൂളിനെ ഡിസൈൻ ചെയ്യാനുള്ളതാണ്. ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ആ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് വെച്ചാൽ അത് ലാഭത്തിൽ കൊണ്ടുപോകുക. ലാഭത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യണം, ഒരു ലീഡറെ എങ്ങനെ സെലക്ട് ചെയ്യണം, ഒരു ജോലിക്ക് ഒരാളെ എങ്ങനെ സെലക്ട് ചെയ്യും, അവരുടെ മാനസികമായ നില എങ്ങനെയുണ്ട്, അതിനെക്കുറിച്ചുള്ള പഠനവും അത് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ കൺസ്യൂമർ സൈക്കോളജി. കൺസ്യൂമർ സൈക്കോളജി വളരെ ഡെവലപ്പിംഗ് ഉള്ളതാണ്. കൺസ്യൂമർ സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കൺസ്യൂമർ സൈക്കോളജി 2 രീതിയിലാണ്. ഒന്ന് കൺസ്യൂമറുടെ സൈക്കോളജി, അതായത് ഒരു സാധനം വാങ്ങിക്കുന്ന എൻ്റെ മാനസികാവസ്ഥ. ഞാൻ ഈ സാധനം എങ്ങനെ വാങ്ങിക്കണം? അല്ലെ എൻ്റെ ആവശ്യം എന്താണ്? അപ്പൊ എൻ്റെ ആവശ്യം അത് എങ്ങനെയാക്കണം, അതെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത് എന്നുള്ള റിസർച്ച് നടത്തും. അപ്പൊ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഒരു എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്ന ആളെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാണ്ട് ഇത് എങ്ങനെ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വാഷിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യാം. അപ്പം വാഷിംഗ് മെഷീൻ നമ്മൾ നോക്കുക, കൺസ്യൂമർക്ക് ഈ വാഷിംഗ് മെഷീൻ എന്തൊക്കെ വേണം. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ നനയ്ക്കുക എന്ന് മാത്രം ഡ്രൈ ചെയ്യുക എന്നുള്ളതുണ്ട്. ഇപ്പൊ ഡ്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ അത് വാഷ് ചെയ്യണം. കൈ തിരുമ്മി വേണോ, കലങ്ങണോ, ഇടിക്കണോ, ഇപ്പൊ നമ്മൾ പൊറപ്പോ എന്നൊക്കെ പറയുന്നത് നമ്മൾ പരസ്യം കാണുന്നത്. അപ്പൊ നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ സൈക്കോളജി മനസ്സിലാക്കുക. ഒരു ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഫ്രിഡ്ജിൽ നമുക്ക് എന്തൊക്കെ വേണം, ഇത് ഒരു സൈക്കോളജി, ഇതിന്റെ റിസർച്ച് നടത്തിയിട്ടാണ്. അപ്പൊ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങി, ഈ ഫ്രിഡ്ജിന് എന്തൊക്കെയാണ് കുഴപ്പമുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇതൊന്നും വേണ്ട, നമ്മളൊരു ബാങ്കിൽ പോയി നമ്മൾ ഇന്ന് പണം എടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വരും, ആർ യു സാറ്റിസ്ഫൈഡ്, നിങ്ങൾ റേറ്റ് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പൊ അടുത്ത പ്രാവശ്യം അയാളുടെ മാനസികമായിട്ട് അത് മാറ്റിയെടുക്കണം. നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏതിലാണ് നമ്മൾ കൂടുതൽ അത് ഉപയോഗിക്കുന്നത് അവരറിഞ്ഞു. നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഗോൾഡ് വാങ്ങിക്കാനായിട്ടാണോ, അല്ലെങ്കിൽ നമുക്ക് എത്ര പൈസയുടെ ആവശ്യം വരും, നമ്മൾ എത്ര മാസം ഉപയോഗിക്കും, അത് അവർ നമ്മുടെ മാനസികമായിട്ട് നമ്മളെ കൊണ്ട് കൂടുതൽ ചെലവാക്കാൻ അവർ പഠിപ്പിക്കും. കൺസ്യൂമർ സൈക്കോളജി നമ്മളെ മാത്രം സൈക്കോളജിയിൽ എങ്ങനെ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ഈ സ്ഥലത്ത് വിൽക്കാൻ സാധിക്കും എന്നതാണ് കൺസ്യൂമർ സൈക്കോളജി വരുന്നത്. ദെൻ എഡ്യൂക്കേഷൻ സൈക്കോളജി എങ്ങനെ നമ്മൾ പഠിക്കും, ഒരു സ്കൂളിൽ നമ്മളൊരു കുട്ടിയെ അയക്കുന്നു. അപ്പൊ ആ കുട്ടിയിൽ സ്കൂളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു, അപ്പൊ അവിടെ എന്തൊക്കെ ഡെവലപ്മെന്റ് വേണം. ഒരു കുട്ടി പഠിക്കണമെങ്കിൽ ഒരു ബുക്ക് നമ്മൾ എങ്ങനെ ഇറക്കണം, ആ ബുക്ക് എങ്ങനെ കുട്ടിയെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ കുട്ടിയെ വളരെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഏതൊക്കെ ഇത് വേണം. നമുക്ക് പണ്ടൊരു സ്ട്രക്ചേർഡ് ആയിരുന്നു, എഡ്യൂക്കേഷൻ സൈക്കോളജി സ്ട്രക്ചേർഡ് ആയിരുന്നു, ഇതൊക്കെ പഠിച്ചോണം. ഇപ്പൊ അങ്ങനെയല്ല, ഒരു കുട്ടിക്ക് എന്തിൽ കഴിവുണ്ട് അത് പഠിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക, സൈക്കോളജിക്കലാണ്. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള മാത്തമാറ്റിക്സിനുണ്ട്, മാത്തമാറ്റിക്സ് വിട്ട് വേറെ നമുക്ക് സെലക്ട് ചെയ്യും. ഒരാൾക്ക് നമുക്ക് കേറ്ററിങ്ങിനാണ്, ഒരാൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതാണ്, നമുക്ക് ഉടൻ തന്നെ അത് മാറാം. അപ്പം എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി എന്തൊക്കെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ചേഞ്ചസ് ഉണ്ടാക്കാം, അതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും അത് നടപ്പിലാക്കുന്നതുമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ സ്കൂൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്കൂൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികളുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും, സ്കൂളിൽ വരുന്ന കുട്ടികളുടെ സൈക്കോളജി, അവരുടെ എമോഷനിലും, അവരെ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെയൊക്കെ വൊക്കേഷണൽ കൗൺസിലിംഗ് കൊടുക്കണം, അവരെ എങ്ങനെ അവരുടെ പ്രോബ്ലം ഡിറ്റക്ട് ചെയ്യണം, അവരെ എങ്ങനെ പഠിക്കാനായിട്ട് സഹായിക്കണം, ഇപ്പൊ ക്ലാസ് റൂമിൽ എങ്ങനെ ലേണിംഗ്, അതാണ് സ്കൂൾ സൈക്കോളജി. ദെൻ സ്പോർട്സ് സൈക്കോളജി, സ്പോർട്സ് എന്തൊക്കെയാണ് സ്പോർട്സിനകത്ത് വരുന്നത്, എന്തൊക്കെയാണ് സ്പോർട്സിൽ ചേഞ്ച് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് അവർക്ക് ആവശ്യമുണ്ട്, ഇതിനകത്ത് റിസർച്ച് നടത്തുകയും ആ റിസർച്ച് നടത്തി അതിനെക്കുറിച്ചുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി ഓരോ സ്പോർട്സ് താരങ്ങളെ എങ്ങനെ ചെയ്യണം. കാരണം നമ്മളിപ്പം എല്ലാ സ്പോർട്സ് ടീമിന്റെ കൂട്ടത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ എങ്ങനെ മാനസികമായ അവർക്ക് ഉത്തേജനം കൊടുക്കാം, എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം, എങ്ങനെ അവരുടെ ആങ്സൈറ്റി കുറയ്ക്കാം, എങ്ങനെ അവരുടെ പ്രശ്നങ്ങളെ കുറിക്കുക, എങ്ങനെ അവർ ഫുഡ് ചെയ്യാം, ഇതെല്ലാം സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആണ് തീരുമാനമെടുക്കുന്നത്. Then forensic psychology. The criminal lawyer നിയമത്തെ കുറിച്ച് പഠിക്കുക, ജുഡീഷ്യനെ കുറിച്ച് മനസ്സിലാക്കുക, അതെങ്ങനെ ഇന്ററാക്ട് ജഡ്ജസുമായിട്ട് എങ്ങനെ ചെയ്യാം, എങ്ങനെ നിയമങ്ങൾ വേണം, എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫോറൻസിക് സൈക്കോളജി. ക്രിമിനൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്രിമിനൽസിനെ കുറിച്ചുള്ള, എന്തുകൊണ്ട് ഇയാൾ ഒരു ക്രിമിനൽ ആകുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെയാണ് അതിനുള്ള ബിഹേവിയർ, എന്തൊക്കെയാണ് അത് ക്രൈം ചെയ്യാനുള്ള മോട്ടിവേഷനൊക്കെ ഉണ്ട്. ആ ക്രിമിനൽസിനെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ചെയ്യുന്നതാണ് ക്രിമിനൽ സൈക്കോളജി. ഫോറൻസിക് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇത് നിയമപരമായിട്ട് അതെങ്ങനെയുണ്ട്, നിയമത്തിന്റെ ഭാഗത്ത് എന്തൊക്കെ ചെയ്യാം, ജഡ്ജസിനെ എന്തെങ്കിലും ചെയ്യും, അറ്റോർണീസിനെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ലീഗലായിട്ട് എങ്ങനെ ചെയ്യും, ലീഗൽ പ്രൊഫഷൻസിനെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഫോറൻസിക് സൈക്കോളജി. മറ്റേത് ക്രിമിനലിസം, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ എൻവയോൺമെന്റൽ സൈക്കോളജി, ഇപ്പൊ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എൻവയോൺമെന്റൽ സൈക്കോളജി. അങ്ങനെയാണ് എങ്ങനെ ചുറ്റുപാടുകളുമായിട്ട് മനുഷ്യൻ മാനസികമായിട്ടുണ്ട്. എക്സാമ്പിൾ, വെള്ളപ്പൊക്കം വന്നു. ആ വെള്ളപ്പൊക്കം വന്നപ്പോൾ അത് മനുഷ്യനെ എങ്ങനെ മാനസികമായിട്ട് ബാധിച്ചു. അല്ലെങ്കിൽ ഇപ്പം ഒമിക്രോൺ വന്നു, അത് എങ്ങനെ മനുഷ്യനെ ബാധിച്ചു. പാൻഡമിക് വന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ, എഡ്യൂക്കേഷൻ ഫീൽഡിൽ അത് എന്തൊക്കെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ജോലി സ്ഥലത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി,
തൊഴിലാളികൾ എന്തൊക്കെ പ്രശ്നങ്ങൾ, ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി, അത് അഫക്ട് ചെയ്ത ആൾക്കാർ ഇൻഡിവിജ്വലായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പം ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം അത് മനുഷ്യനിൽ ഉണ്ടാക്കുന്നതായ പ്രശ്നം, മാനസികമായ പ്രശ്നങ്ങളെ കുറിച്ച് പഠനമാണ് എൻവയോൺമെന്റൽ സൈക്കോളജി. ദെൻ മിലിറ്ററി സൈക്കോളജി. അപ്പൊ ഇത് എങ്ങനെ മിലിറ്ററി സൈക്കോളജി എന്ന് വെച്ചാൽ, ഒരാളെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മിലിറ്ററിയിൽ ഒരാളെ എടുക്കുമ്പോൾ അവരുടെ സൈക്കോളജി നോക്കണം. നമ്മൾ മിലിറ്ററിയിൽ ഒരാൾ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 10 നമ്മുടെ ശത്രുവിനെ നമ്മൾ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ ആ വെടിവെച്ച് കൊല്ലുന്നത് എന്ന് പറയുന്നത് തെറ്റായിട്ടില്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു മാനസികമായി ചേഞ്ച് ആണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ രാജ്യത്തിനാണെന്നൊരു തോന്നൽ വരിക, പിന്നെ അത് ചെയ്യാനുള്ള മാനസികമായ പ്രിപ്പറേഷൻ ഉണ്ടാകുക. അപ്പൊ ഇതൊക്കെ മിലിറ്ററി സൈക്കോളജി. പിന്നെ ആളെ എങ്ങനെ മിലിറ്ററിയിലേക്ക് എങ്ങനെ ആളെ ചൂസ് ചെയ്യണം, അതിന്റെ അപ്പർ ഗ്രേഡിലേക്ക് എങ്ങനെ വേണം, അവരുടെ മാനസികമായ നില എങ്ങനെ വേണം, ഇങ്ങനെയൊക്കെയുള്ള പഠനമാണ് മിലിറ്ററി സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ ക്ലാസ്സുകളിൽ കഴിഞ്ഞ ചാപ്റ്ററിലുള്ള പഠിച്ച മുഴുവൻ എല്ലാ കാര്യങ്ങളും നമുക്ക് റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കുറെ കാര്യങ്ങൾ നോക്കണം. പലപ്പോഴും പരീക്ഷയ്ക്ക് ആൻസർ ഷീറ്റ് എഴുതുമ്പോൾ വെറുതെ കുറെ കാര്യങ്ങൾ വലിച്ചു വാരി എഴുതുന്നതാണ്. പക്ഷെ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അത് എഴുതി വെക്കണം. അപ്പൊ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം നമ്മൾ എഴുതാനായിട്ട് നമുക്കൊരു പ്രവണത ഉണ്ടാകണം. ഇത് പേഴ്സണാലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൈക്കോളജിക് തിയറി ചോദിച്ചാൽ വെറുതെ സൈക്കോളജിക് തിയറി മാത്രം എഴുതി വെക്കില്ല. എന്താണ് പേഴ്സണാലിറ്റി, അത് ഏതൊക്കെ രീതിയിലാണ്, എത്ര തിയറി ഉണ്ട്, എന്നിട്ട് സൈക്കോളജിക് തിയറിയുടെ എല്ലാ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ വിവരിക്കാം. അല്ലെങ്കിൽ തിങ്കിങ് ചോദിച്ചാൽ വെറുതെ തിങ്കിങ് എന്താണെന്ന് മാത്രം എഴുതി വെച്ചില്ല, എന്തൊക്കെയാണ് തിങ്കിങ്, അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, തിങ്കിങ്ങിന്റെ എലമെന്റ്സ്, എത്ര തരത്തിലുള്ള തിങ്കിങ് ഉണ്ട്, അതിന്റെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച്. ഡെവലപ്മെന്റ് സൈക്കോളജി വെച്ചാൽ എന്തൊക്കെയാണ് ഓരോ കോൺസെപ്റ്റ്, എങ്ങനെയാണ് അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും, അങ്ങനെ വ്യക്തമായി എഴുതി തരുന്നെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂ. അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, വെറുതെ നമ്മൾ ഈ പഠിച്ച ബുക്കിൽ നിന്ന് പ്രിന്റഡ് നോട്ടീസിൽ നിന്ന് മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അത് അതിന്റെ മെയിൻ ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഇതൊരു പ്രൊഫഷണലായിട്ട് നമ്മൾ പഠിക്കുന്ന, നമ്മൾ സാധാരണ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ല, ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കത്തക്കവണ്ണം കൊണ്ട് നമ്മൾ ഇരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരുന്ന പ്രിന്റഡ് നോട്ട്സ് മാത്രം വായിച്ചുകൊണ്ട് കാര്യമില്ല. ഇത് സെൽഫ് ലേണിംഗ് ആണ്. അപ്പം എപ്പോഴും നമ്മളെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി സെൽഫ് ലേണിംഗ് ആണ്. നമ്മൾ പഠിച്ച് അത് മനസ്സിലാക്കി, സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി, അത് പരീക്ഷയ്ക്ക് എഴുതാൻ, ജയിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഡിഗ്രി കിട്ടുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രം നമ്മളെ ഈ പഠനം എടുക്കാൻ പാടില്ല. ഇതൊരു സെൽഫ് ലേണിംഗ് ആണ്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രിന്റഡ് നോട്ട്സ് എന്ന് പറയുന്നത്, നമ്മൾ തരുന്ന ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഗൈഡൻസ് മാത്രമാണ്, ഒരു വഴികാട്ടി മാത്രമാണ്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അത് മനസ്സിലാക്കാനും അത് ചെയ്യുവാനും പഠിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ. അപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ലേണിംഗ് പറഞ്ഞു ഇതിനകത്ത് മാത്രം പഠിച്ചില്ല, വേറെ ധാരാളം ലേണിംഗ് തിയറീസ് ഉണ്ട്. അപ്പോൾ ഒരു ബുക്ക് വാങ്ങിച്ച് വേറെ ഏതൊക്കെ ലേണിംഗ് തിയറീസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ബുക്കിനകത്ത് മാത്രം പഠിച്ച് എഴുതുക. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം എഴുതിയിട്ട് കാര്യമില്ല. പെർസെപ്ഷൻ തിയറി മാത്രമല്ല, എന്താണ് പെർസെപ്ഷൻ, ഏതൊക്കെ തരത്തിലുള്ള പെർസെപ്ഷൻ ഉണ്ട്, ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നത് നോക്കിയാൽ വേറെ നമ്മൾ ബുക്ക് റെഫർ ചെയ്ത് പഠിക്കും. ഓരോന്നും നമ്മൾ പേഴ്സണാലിറ്റി പഠിച്ചു, പെർസെപ്ഷൻ പഠിച്ചു, അറ്റൻഷൻ പഠിച്ചു, ലേണിംഗ് പഠിച്ചു, മെമ്മറി, ദെൻ ഇന്റലിജൻസ്. അപ്പൊ ഇന്റലിജൻസ് ടെസ്റ്റ് ഒക്കെ നമ്മൾ കൂടുതൽ വായിച്ചു നോക്കിയാൽ മാത്രമേ, ഇന്റലിജൻസിനെ കുറിച്ച് മാത്രം തന്നെ എഴുതിയ ബുക്കുകളുണ്ട്, പേഴ്സണാലിറ്റിയെ കുറിച്ച് തന്നെ എഴുതിയ ധാരാളം ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം വാങ്ങിച്ച് നോക്കി എങ്കിൽ മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുക എന്നുള്ളതല്ല, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ അതെന്താണെന്ന് മനസ്സിലാക്കുക, കാര്യങ്ങൾ അറിയണം. അപ്പം ഈ പ്രിന്റഡ് നോട്ട്സിനെ മാത്രം ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകരുത്. ഇതൊരു സെൽഫ് ലേണിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ വായിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ വേണം. അപ്പൊ എന്തെഴുതുമ്പോഴും വെറുതെ നമ്മളതിന്റെ കണ്ടന്റ് മാത്രം എഴുതിച്ചിട്ട് മാർക്ക് കിട്ടണമെന്ന് വിചാരിക്കരുത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. എക്സാമ്പിൾ ഇപ്പൊ മിലിറ്ററി സൈക്കോളജി ഇതാണെന്ന് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. എൻവയോൺമെന്റൽ സൈക്കോളജി അത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫീൽഡ് ഓഫ് സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ നമ്മൾ എഴുതി വെക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ എഴുതും വ്യക്തമായ ധാരണകൾക്ക് കൂടി തന്നെ നമ്മൾ എഴുതണം. അപ്പം ഇതൊരു സെൽഫ് ലേണിംഗ് മെത്തേഡാണ്. അപ്പം നിങ്ങൾ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ല നമ്മൾ തരുന്ന ഈ നോട്ടുകളോ അല്ലെങ്കിൽ തരുന്ന ക്ലാസ്സിനോ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ എഫേർട്ട് ഇടണം. അപ്പം നിങ്ങൾ എല്ലാവരും ഈ കഴിഞ്ഞ 8 ക്ലാസ്സുകളായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഏകദേശം ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഇടവരട്ടെ.
പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ളതിനെക്കാളും ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കൂടി ഉള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടാകണം. അപ്പം ഈ കഴിഞ്ഞ 8 ക്ലാസ്സുകളായിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയം ആശംസിച്ചുകൊള്ളുന്നു. ഓരോരുത്തർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നന്ദി. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു.